കർത്താവിൻ്റെ മഹത്വം. ഇവിടെ കുറച്ച് സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. രാവിലെ ഞാൻ പറഞ്ഞതാണ്, ഇടം കൊടുക്കരുത്, ഒരാൾക്ക് ഇടം കൊടുക്കരുത്. ഇങ്ങോട്ട് കയറി അങ്ങ് ഇരുന്നാട്ട്, എല്ലാവരും ഫ്രണ്ടിലോട്ട് കയറി ഇരുന്നാട്ട്. ഇനി ഫ്രണ്ടിലോട്ട് സഹോദരന്മാരൊക്കെ ഇനി ഫ്രണ്ടിലോട്ട് കയറി ഇരുന്നാട്ട്. ഓക്കെ ഓക്കെ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ സന്ധ്യാവേളയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നടക്കുന്ന ഉപവാസത്തിൻ്റെ 8ാമത്തെ രാത്രിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 8 പകലും 7 രാത്രികളിലും കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനിടയായി. പലപ്പോഴും ഇങ്ങനെയുള്ള ദീർഘമായ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഈവൻ ഞങ്ങളുടെ മീറ്റിങ്ങുകൾ നടക്കുന്ന കാര്യം പറയാം. 1ാമത്തെ ദൈവദാസൻ അത്ര പോരായിരുന്നു, 2ാമത്തെ ഭയങ്കരമായിരുന്നു, 3ാമത്തത് ഒട്ടും പോരായിരുന്നു. ഇങ്ങനെ മാർക്കിടീലുകളാണ് തുടർമാനമായി നടക്കുന്ന പ്രാർത്ഥനകൾ നടക്കുന്നത്. പല ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കും, അവർക്കെല്ലാം ഓരോ മാർക്കിടും. അത് എന്നോട് സംസാരിച്ചു, എനിക്ക് വേണ്ട ദൂതാണെന്ന് ഏറ്റെടുക്കുന്നവർ വളരെ കുറവാണ്. ഇന്ന് രാത്രിയിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മോട് സംസാരിക്കുന്നത് PJ ഡാനിയൽ അല്ല, കർത്താവാണ്. കർത്താവ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്കിടാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം കർത്താവിന് മാർക്കിടാനായിട്ട് ആരെയും കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ വെറും ഒരു കുഴലായിട്ട് നിൽക്കുന്നു. കർത്താവ് എൻ്റെ ഉള്ളിൽ നൽകുന്ന ആലോചന നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. അത് അതേപോലെ ഏറ്റെടുക്കുവാനുള്ളൊരു താല്പര്യം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ അത് അനുഗ്രഹമാകുകയുള്ളൂ. എല്ലാം ഒരേപോലെയുള്ള ആഹാരമല്ല, വ്യത്യസ്ത നിലയിലെ ആഹാരം. വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്നും ബ്രെഡും ജാമും കൊടുത്ത് 2 ദിവസം കഴിയുമ്പോൾ മമ്മി എനിക്ക് വേണ്ട എന്ന് പറയും. എന്നാൽ അത് തന്നെ പല നിലയിലാക്കി കൊടുക്കാം. അപ്പോൾ ദൈവദാസന്മാർ പലരും ഇവിടെ വരുന്നു. അവരെ ഏൽപ്പിച്ച ദൂതുകൾ വ്യത്യസ്തമായ നിലയിൽ അവർ നൽകുന്നു. അത് ഏറ്റെടുക്കുക, അതാണ് ആവശ്യം. ഈ ഉപവാസം എന്തിനു വേണ്ടിയാണ്? ഉപവാസം പലപ്പോഴും പലരും ചിന്തിക്കുന്നത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാനാണ്. നമ്മുടെ തൊട്ടടുത്തല്ലേ സെക്രട്ടേറിയറ്റ്, അവിടെ ചെന്ന് നോക്കി എത്രയോ പേരാ നിരാഹാരം എടുക്കുന്നത്, ഉപവസിക്കുന്നത്. ഉപവാസം അവരെല്ലാം ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാ? അവരുടെ ആവശ്യങ്ങൾ പിടിച്ചെടുക്കാൻ. ഇത് നമ്മളും പലർക്കും ഉണ്ടാകുന്ന ചിന്താഗതി, എൻ്റെ ആവശ്യം കിട്ടിയാൽ ഞാൻ പട്ടിണി ഇരുന്ന ദൈവസന്നിധിയിൽ അത് നേടിയെടുക്കും. അതാണ് ഉപവാസം. ദൈവത്തിന് പ്രകാരമുള്ള ഉപവാസം. പഴയ നിയമത്തിലെ ചില ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ. അന്നൊരു ഉപവസിച്ചു 3 ദിവസം, എസ്തേർ ഉപവസിച്ചു, നേടിയെടുത്തില്ലേ? എന്നാൽ പുതിയ നിയമത്തിൽ അത് തികച്ചും വ്യത്യസ്തമാണ്. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാൻ പാടില്ല. ആ പഴയ തുരുത്തിയിലെ സ്ഥിതിയല്ല, ആ പഴയ തുരുത്തിയിലേക്ക് ഉപവാസമാകുന്ന ആ പുതുവീഞ്ഞ് നാം പകർന്നാൽ ആകെ പൊട്ടി തൂകിപ്പോകും. അതുകൊണ്ട് പഴയ നിയമത്തിലെ ഉപവാസത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പുതിയ നിയമത്തിലെ ഉപവാസം. നമ്മളെല്ലാം തെറ്റായി പറയുന്നൊരു വാക്യമുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്?
ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഞാനൊരു അധ്യാപകനാണ്, 50 വർഷമായിട്ട് പഠിപ്പിക്കുന്നയാളാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയാണോ വാക്യം എഴുതിയിരിക്കുന്നത്? ദൈവദാസന്മാർ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാണ്. സഹോദരിമാരും സഹോദരന്മാരും പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെയാ? ഉപവാസത്താലും പ്രാർത്ഥനയാലും ഉപവാസത്താലും. അപ്പോൾ ഏതാ പ്രധാനപ്പെട്ടത്? പ്രാർത്ഥനയാണോ ഉപവാസമാണോ? നമ്മൾ പലപ്പോഴും ഉപവാസത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഒരു ദൈവദാസി ഉണ്ടായിരുന്നു. ആ ദൈവദാസി വളരെ ആത്മീയ ഉള്ള, വളരെ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസിയാണ്. പക്ഷേ പുള്ളിക്കാരെടുത്ത് ആരെങ്കിലും ചെന്നാൽ, മോനെ 3 വെള്ളിയാഴ്ച അങ്ങ് ഉപവസിക്കുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക, പിന്നെ തിങ്കളാഴ്ച ഒരു 7 തിങ്കളാഴ്ച ഉപവസിക്കുക. ഇങ്ങനെ എവിടെങ്കിലും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ആ ദേവദാസിയെ ശക്തമായി ദൈവം ഉപയോഗിച്ചതാ. പക്ഷെ ഈ ഭാഗം എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരുണ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ കുവൈറ്റിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, കാരുണ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മുടെ ഒരു വിശ്വാസിയുടെ മകന് അവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുക. അവനോട് ഈ ആൻറ്റി പറഞ്ഞു, മോനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത്, അങ്ങനെ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്ത് ഉപവസിക്കാം. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവന് ഇഷ്ടമുള്ളതുണ്ടായിരുന്നുള്ളൂ. കാരണം ചിക്കനോ മറ്റെന്തെങ്കിലും കാണാം, ദോശയും ഒക്കെയാണ്. ഉച്ചയ്ക്കുള്ള ആഹാരം അവൻ കഴിക്കാറില്ല, വൈകിട്ടും കഴിക്കാറില്ല. കഴിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അതും പറഞ്ഞ് ഇപ്പം കഴിക്കണ്ട. അവനാകെ 2 മാസത്തിനകം എല്ലും കോലുമായി രോഗം ബാധിച്ചു. പഠിത്തം നിർത്തി വീട്ടിൽ പോരുന്നു. ഈ ഉപവാസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ ശരീരത്തെ നശിപ്പിക്കത്തക്കവണ്ണം ഉള്ള ഉപവാസം ഒന്നും ഉപവാസമല്ല. ഈ പാസ്റ്റർ, ഞാൻ എൻ്റെ 50 വർഷത്തെ പരിചയത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ദിവസം എണ്ണി ഉപവസിക്കുന്നത് ഉപവാസമല്ല. ദിവസം എണ്ണി 3 ദിവസം ഞാൻ അങ്ങ് ഇരിക്കും, 3 ദിവസം ഇരിക്കും. അപ്പോൾ ഓരോ ദിവസവും, ഒരു ദിവസം കഴിഞ്ഞല്ലോ, ഇനി 2 ദിവസം കൂടെ ഉണ്ടല്ലോ, 2 ദിവസം കഴിയുമ്പോൾ അയ്യോ ഇനി ഒരു രാത്രി, ഒരു ദിവസം കൂടെ. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉപവസിക്കുന്നതല്ല ഉപവാസം. ദിവസം എണ്ണി ഉപവസിക്കുന്നതല്ല ഉപവാസം. എന്ന് പറഞ്ഞാൽ എന്താ? വസിക്കുക, കൂടെ വസിക്കുക. വളരെ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ഒരു കൂട്ടുകാരി, ഏറ്റവും ആത്മാർത്ഥമായ ഒരു കൂട്ടുകാരി, അല്ലെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നു. രാവിലെ വന്നതാണ്. സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാച്ച് നോക്കിയപ്പോൾ 4 മണി വൈകിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. ഒരുപാട് കൂടെ ഇരുന്നപ്പോൾ ഇതെല്ലാം അങ്ങ് മറന്നുപോയി. അതാ ഉപവാസം. ദൈവസേന ഇരിക്കുമ്പോൾ അയ്യോ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചത്, വൈകിട്ടെങ്കിലും കഴിക്കാം, ഇങ്ങനെ ഇരിക്കുക. ഇതൊക്കെ അങ്ങ് മറന്നു പോകുന്നത്. ഭൗതികമായ ആഹാരം, ഭൗതികമായ കാര്യങ്ങൾ എല്ലാം മറന്നുപോയി ദൈവസേന ഇരിക്കുന്ന ആ അനുഭവമാണ് ഉപവാസം. അല്ലാതെ ദിവസം എണ്ണി പട്ടിണി ഇരിക്കുന്നതല്ല. ചിലര് ജോലിക്ക് പോകുമ്പോൾ ഉപവസിക്കും, ജോലി ചെയ്യുന്നു, ഉപവാസം. എന്തിനാ അങ്ങനെ ഉപവസിക്കുന്നത്? അതൊക്കെ പട്ടിണിയാ. ഉപവസിക്കും. പ്രാർത്ഥനയിലിരിക്കുമ്പോഴാണ് നമ്മുടെ ഭൗതികാഹാരം നേരെ മറന്ന് ദൈവസന്നിധിയിൽ അവനോട് പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവമാണ് ഉപവാസം. അല്ലാത്ത ഉപവാസമല്ല. ഇവിടെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുന്നത്? പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണോ? യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ
ഒരു പിതാവ് ഒരു ബാലനെ കൊണ്ടുവന്നു. ഭൂതബാധിതനായ ചന്ദ്രരോഗം പിടിച്ച ഒരു ബാലനെ കൊണ്ടുവന്നു. ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ആ പിതാവ് കാത്തിരുന്ന് യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കാത്തിരുന്നിട്ട് യേശുവിൻ്റെ അടുക്ക പറഞ്ഞു, നിന്റെ ആ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല, എന്നോട് മനസ്സ് കലിഞ്ഞ എൻ്റെ മകൻ ഇങ്ങനെ തീയിലും വെള്ളത്തിലും ഒക്കെ വീഴുന്നു, സൗഖ്യമാക്കണം. യേശുക്രിസ്തു അവനിലുള്ള ഭൂതാത്മാവിനെ ശാസിച്ചു. അവൻ കിടന്ന് ഉരുണ്ട് സുഖമായി. എൻ്റെ മകനെ കൊണ്ട് പോകാം. ഇത് ശിഷ്യന്മാർക്ക് ഒരു ഭയങ്കര, ഞങ്ങൾക്ക് കഴിയാത്ത, കാരണം അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അധികാരം കൊടുത്തതാ, എന്നാൽ ഇത് കഴിഞ്ഞില്ല അവർക്ക്. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ വേറിട്ട് വിളിച്ചോണ്ട് പോയിട്ട്, ഇത് ഞങ്ങൾക്ക് എന്താ കഴിയാഞ്ഞത്? നിങ്ങളുടെ അല്പവിശ്വാസം. കടുക് മണിയോളം വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പർവ്വതത്തെ പൊക്കിയെടുത്ത് സമുദ്രത്തിൽ ഇടാമായിരുന്നു. ഈ കടുക് മണി എന്ന് പറയുമ്പോൾ പൂർണ്ണ വിശ്വാസം എന്നൊക്കെയാണ് പലരും പഠിപ്പിക്കുന്നത്. കാരണം ഒട്ടും പൊള്ളയില്ലാത്ത, ശൂന്യതയില്ലാത്ത, നിറഞ്ഞതാണ്. ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ഒരു കടുക് മണിയുടെ അത്രയും വിശ്വാസമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പർവ്വതത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനാണ്. അല്പവിശ്വാസം എന്ന് പറയുമ്പോൾ ലിറ്റിൽ ഫെയ്ത്ത് എന്നല്ല, ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അവർക്ക് വിശ്വാസമേ ഇല്ലായിരുന്നു. ഒരു കടുക് മണിയോളം വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ പർവ്വതത്തെ പൊക്കിയെടുത്ത് സമുദ്രത്തിട്ടേനെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ കർത്താവ് പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിയില്ല. എന്തിനാ ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? വിശ്വാസം വർദ്ധിക്കുവാൻ. വിശ്വാസം വർദ്ധിക്കുവാൻ. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണോ? ആണോ? നമ്മിൽ പലരും അതല്ലേ വാസ്തവമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിഷയങ്ങളെല്ലാം നോക്കിയാൽ എല്ലാം നിങ്ങളുടെ ഭൗതിക കാര്യമാണ്. ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കേണ്ടതിന് വേണ്ടി ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് എഴുതി കൊടുത്ത ആ ലിസ്റ്റുണ്ടോ പാസ്റ്ററെ? ആ ലിസ്റ്റ് ഉണ്ടോ? ഉണ്ടോ പാസ്റ്ററെ? യേശു ഉപവസിക്കാൻ പറഞ്ഞതിന്റെ വിശ്വാസം വർദ്ധിക്കാനാ. വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഉപവസിക്കാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ പറയുന്നത് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം, എൻ്റെ മോളെ വിവാഹം നടക്കണം, എൻ്റെ മോക്ക് അമേരിക്കയിൽ ആ ജോലിക്ക് പോകണം, എത്ര കാര്യങ്ങളാണ്, ഭൗതികമാണ്. 99.9% നിങ്ങൾ നോക്കിയേ ഭൗതിക പ്രശ്ന പരിഹാരമാണ്. എന്നാൽ ഇന്ന് അതങ്ങ് മാറ്റി എഴുതിയിട്ട്, കർത്താവേ ഇന്നലത്തെ വിശ്വാസം എനിക്ക് പോരാ, ഇന്ന് പ്രത്യേക വിശ്വാസം നൽകണം, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതിന് വേണ്ടിയാ. അവർ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത്ഭുതങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് അശുദ്ധി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. അവർക്കറിയാം ഇതൊക്കെ നടക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ പ്രശ്നമെല്ലാം പരിഹരിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ ഞാൻ ഇന്ന് രാത്രി പറയുന്നു, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യം. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യം. വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? മലകളെ പോലെയുള്ള വിഷയങ്ങൾ, പർവ്വതങ്ങളെ പോലെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ വിശ്വാസത്താൽ അതിനോട് കൽപ്പിച്ച് അതിനെ പൊക്കിയെടുത്ത് സമുദ്രത്തിന്റെ ആഴത്തിൽ ഒരിക്കൽ പോലും പൊങ്ങി വരാതെ വേണം ഇട്ട് കളയുവാനുള്ള ആ വിശ്വാസമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധത്തിന്റെ പ്രതീതിയാണല്ലോ നടക്കുന്നത്.
അവിടെ കാശ്മീരിൽ വളരെ നിർദോഷികളായ 26 സിവിലിയൻസിനെ ആ ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ വെച്ച് വെടിവെച്ചിട്ടു. അതിന് ഇവിടുന്ന് ഒരു തിരിച്ചടി അങ്ങ് നടത്തിയാൽ അതിന് പ്രശ്ന പരിഹാരം ഉണ്ടാകും. ഇന്ത്യ ഗവൺമെന്റ് ചെയ്ത് എന്നേക്കും ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് അവരുടെ 9 കേന്ദ്രങ്ങൾ അടിച്ചങ്ങ് നിർത്തി. അത് നിർത്തിയപ്പോഴാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ക്ലിയർ ആക്കി. പിന്നെ അവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുക, അത് വേറെ കാര്യം. നമുക്ക് ഇത്രയും മതിയായിരുന്നു. ഈ തീവ്രവാദികളെ ട്രെയിൻ ചെയ്യുന്ന 9 കേന്ദ്രങ്ങൾ അടിച്ചു നിർത്തി. ഇനി മേലാൽ അവർ പൊങ്ങി വരരുത്. നമുക്ക് നമ്മൾ ചെയ്യുന്നത് അവിടെ ഇവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണം അല്ല. നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് വിശ്വാസമാണ്. ആമേ, ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയം, പർവ്വത സമാനമായ വിഷയങ്ങൾ വന്നാൽ അതിനെ പൊക്കിയെടുത്ത് സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയാമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. അതുകൊണ്ട് ഈ ഭൗതിക കാര്യങ്ങളെ നോക്കി അതിരുന്ന് പ്രാർത്ഥിക്കാനല്ല, അതൊക്കെ പോട്ടെ. വിശ്വാസം നമുക്ക് കിട്ടുമ്പോൾ സകലതും നമുക്ക് സാധ്യം. സകലതും സാധ്യം. വിശ്വസിക്കുന്നവരാ? എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വാസം നമുക്കുണ്ടെങ്കിൽ സകലതും സാധ്യം. അപ്പോൾ ഇവിടെ ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാ? പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണോ? ആണോ? 99% അല്ല. പക്ഷെ അതൊന്നും മാറ്റിയെടുക്കുക. നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മൾ വർദ്ധിച്ചാൽ നമുക്ക് സകലതും സാധ്യമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്ന പാസ്റ്റർക്കാണോ? നമ്മളെല്ലാം പാസ്റ്ററെ ആശ്രയിക്കുന്നവരാ. അത് ആശ്രയിക്കണ്ട ഞാൻ പറഞ്ഞില്ല, ആശ്രയിക്കുന്നതാണ്. നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാം ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യാനാ? വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമുണ്ടാകും. അവരെ മരണകരമായി ആവുന്ന കുടിച്ചാലും അവർക്ക് നാശമുണ്ടാകുകയില്ല. വലിയ ഒരു ലിസ്റ്റാ പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവദാസന്മാർക്കെന്നല്ല, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നമ്മുടെ അയൽവാസിയായ ഒരാൾ, ഒരു സഹോദരി അല്ലെ ഒരു സഹോദരൻ പിശാചുബാധയാൽ ഭൂതഗ്രസ്തനായി ഭാരപ്പെടുക. നിങ്ങളെന്തോ ചെയ്യും? ഓടി വന്ന് ദൈവാശ്രയെ വാ അവിടെ ഇങ്ങനെയാ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകും. അതാണോ ചെയ്യേണ്ടത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഭൂതഗ്രസ്തനെ ശാസിച്ചകറ്റുവാൻ കഴിയും. അങ്ങനെ നടക്കണം നമ്മുടെ സഭകളിൽ. നമ്മളെല്ലാവരും ആത്മീയ പക്വത പ്രാപിച്ചവരായിരിക്കണം. വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ 21 ദിവസം ഉപവാസം നടക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ചിലരെ കർത്താവ് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ പോകുക. ഹല്ലേലൂയ. ഇതുവരെ നടന്ന ഉപവാസ പ്രാർത്ഥന പോലെയല്ല. വിശ്വാസത്താൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, വ്യത്യസ്ത നിലകളിൽ വിശ്വാസികളെ അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് അവരെ ശക്തരാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും അവരാൽ നടത്തപ്പെടുവാൻ പോകുകയാണ്. അത് ഞാൻ വിശ്വാസത്താൽ കാണുന്നു. ഇന്ന് രാത്രി അത് വിശ്വാസത്താൽ കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ആ വിഷയങ്ങൾ എഴുതി വെച്ചാൽ എല്ലാം അങ്ങ് വെട്ടിക്കളയാൻ എത്ര പേര് ധൈര്യമുണ്ട്? അതൊന്ന് വെട്ടിക്കളഞ്ഞേ. അവിടെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ദൈവമക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എത്ര പേര് എഴുതി വെക്കും? എത്ര പേര് എഴുതി വെക്കും?
അല്ലാതെ വെറുതെ ആ വിഷയം നോക്കി അതിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല. അത് കളഞ്ഞിട്ട് ആമേൻ ദൈവത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ആമേൻ പ്രാർത്ഥിക്കട്ടെ. സഭയ്ക്ക് വന്ന മാറ്റം വരും, വ്യത്യാസമുണ്ട്. അപ്പോ ഉപവാസത്തെ കുറിച്ച് യേശു യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഇങ്ങനെയാ: ആരും പുത്തൻ തുണിക്കണ്ടം പഴയ തുണിയോട് ചേർത്ത് തിന്നുമാറില്ല. അപ്പോ നമ്മുടെ ഒരു തുണി കീറിപ്പോയി, ഒരു നല്ല തുണിയായിരുന്നു, പക്ഷെ പഴകി കീറിപ്പോയപ്പോൾ ഒരു പുതിയ തുണിക്കണ്ടം വെച്ച് അവിടെ തയ്ച്ചാൽ എന്ത് സംഭവിക്കും? ഭയങ്കരമായിട്ടും കീറും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കുത്തിത്തുന്നുന്ന പുത്തൻ തുണിയല്ല ഉപവാസം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, അത് കുത്തിത്തിന്നുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുത്തൻ തുണിയല്ല ഉപവാസം. അങ്ങനെ ചെയ്താൽ പഴയ തുണി കീറിപ്പോവും, പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു തുണിയാണ്. 15 വർഷം, 20 വർഷം, 30 വർഷം, 40 വർഷം, എൻ്റെ 50 വർഷം. 50 ആ തുണി പഴകിപ്പോകാതെ കീറിപ്പോകാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. എന്നാൽ ഒരിടത്തം കീറിയപ്പോൾ പോയി 4 ദിവസം 3 ദിവസം 21 ദിവസം ഉപവസിച്ച് അത് പരിഹരിക്കുന്ന പദ്ധതിയല്ല ഉപവാസം. എൻ്റെ ജീവിത വസ്ത്രം കീറിപ്പോകാതെ ഞാൻ സൂക്ഷിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വ്യത്യസ്ത നിറങ്ങളുള്ള നിറക്കൂട്ടുകളുള്ള ഉപവാസമാകുന്ന ആ തുണിക്കണ്ടങ്ങൾ അവിടെ ഇവിടെയായി സീക്വൻസ് പോലെ കുത്തിവെച്ച് തയ്ച്ചാൽ എന്ത് സംഭവിക്കും? ആ തുണി എത്ര മനോഹരമാകും. അതാ ഉപവാസം. നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇവിടെയായി നിങ്ങൾ എടുക്കുന്ന ഉപവാസങ്ങൾ അതിമനോഹരമായ വർണ്ണങ്ങളുള്ള ചിത്രത്തയ്യലുകളായി മാറി നിങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കി, അത് ശോഭനമാക്കി, അത് വളരെ അത് ഭംഗിയുള്ളതാക്കി തീർക്കുന്നതാണ് ഉപവാസം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ തുണി കീറിയപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി 3 ദിവസം 7 ദിവസം ഉപവസിക്കുക, അതുകൊണ്ട് തുണി കീറിപ്പോവുകയല്ലാതെ ഒരു പ്രയോജനമില്ല. നമ്മുടെ തുണി സൂക്ഷിക്കേണ്ടത്, വസ്ത്രം സൂക്ഷിക്കേണ്ടത് നാം തന്നെയാണ്. മാലിന്യപ്പെട്ടു പോകാതെ കീറിപ്പോകാതെ അത് സൂക്ഷിക്കും. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ അത് സഹായിക്കും. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3 ദിവസത്തെ ഉപവാസം അതിമനോഹരമായ വർണ്ണത്തയ്യൽ ചെയ്ത് ഭംഗിയാക്കിയ മനോഹരമായ ഒരു പുഷ്പം പോലെ എൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗത്ത് വന്നു. അടുത്ത ദിവസം 21 ദിവസം അത് മനോഹരമായ സീക്വൻസ് പോലെ മനോഹരമായ പുഷ്പങ്ങളായി അത് നമ്മുടെ ജീവിത വസ്ത്രത്തെ ഭംഗിയുള്ളതാക്കി തീർക്കുന്നതാണ് ഈ ഉപവാസം. ഓക്കെ, ഞാൻ പറഞ്ഞ എത്രവർക്ക് മനസ്സിലായി? എൻ്റെ ഒരു ചിന്ത, ഞാൻ പറയുന്നത് മനസ്സിലാകാതെ ആരും പോകരുത്. ഒരാൾ എന്നാ പി ജെ ഡാനിയൽ എന്നാ പ്രസംഗിച്ച് അത് ഉപവാസത്തെക്കുറിച്ചും പുത്തൻ തുണിക്കണ്ടത്തെക്കുറിച്ചും പ്രസംഗിച്ചു. അദ്ദേഹം ഒന്നും കൂടെ ഒന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയുക, ഞാൻ പറയുന്നതനുസരിച്ച് കൈയടിച്ചു തുള്ളി ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. മറിച്ച് ദൈവവചനമാണ് പറയുന്നത്, എൻ്റെതായ ഒന്നും എടുത്തിട്ട് പറയുന്നില്ല. അത് നിങ്ങൾ ഉൾക്കൊള്ളുവാൻ കർത്താവ് സഹായിക്കട്ടെ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് വരാറില്ല. നമ്മളെല്ലാം ഓരോ തുരുത്തിയാണ്. തുരുത്തി കണ്ടിട്ടുണ്ടോ? എന്താ ഈ തുരുത്തി?
സ്കിൻ ജാർ അല്ലെങ്കിൽ തുകൽ കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം, അതാണ് തുരുത്തി. മൃഗങ്ങളുടെ ഏതെങ്കിലും തൊലി അത് വളരെ പ്രത്യേക പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അത് മനോഹരമാക്കി കുത്തിത്തുന്നി അതിലേക്ക് നിറയ്ക്കുന്നതാണ് ഈ തുരുത്തി. അത് രാജസ്ഥാനിലൊക്കെ പോയാൽ ഇപ്പോഴും, ഈ കഴിഞ്ഞ വർഷം ഞാൻ രാജസ്ഥാനിൽ പോയപ്പോൾ അവിടെ ഒട്ടകപ്പുറത്ത് പോയവർ ഇതിൽ തുരുത്തിയിൽ വെള്ളം നിറച്ച് കൊണ്ടുപോവുക. 3 കാര്യത്തിന് വേണ്ടിയാണ് ഈ തുരുത്തി ഉപയോഗിക്കാറുള്ളത്. 1, വെള്ളം കൊണ്ടുപോകാൻ. 2, എണ്ണ കൊണ്ടുപോകാൻ. 3, വീഞ്ഞ് കൊണ്ടുപോകാൻ. അപ്പോ ഈ തുരുത്തിക്ക് തലയുണ്ടായിരുന്നു, ഇപ്പൊ തല ഇല്ല. കാലുണ്ടായിരുന്നു, ഇപ്പൊ കാലില്ല. കൈയുണ്ടായിരുന്നു, ഇപ്പോ കൈയില്ല. കണ്ണുണ്ടായിരുന്നു, ഇപ്പോ കണ്ണില്ല. ചെവി ഉണ്ടായിരുന്നു, ഇപ്പോ ചെവിയില്ല. വെറും ഒരു തുകൽ സഞ്ചി. ഇപ്പോ ഇതിന്റെ കണ്ണാര യജമാനൻ, കാലാര യജമാനൻ, ചെവിയാര യജമാനൻ. ഞാൻ രാവിലെ പറഞ്ഞു, നമുക്ക് ഈ ആ മൃഗത്തിന് എന്തെങ്കിലും സ്വയമായിട്ടുള്ള ഒരാഗ്രഹമുണ്ടോ? ഒന്നുമില്ല, ഒരു ഹിതവും ഇല്ല. താൻ പൂർണ്ണമായിട്ട് മരിച്ചു. നമ്മളെല്ലാം തുരുത്തികളാണ്, പൂർണ്ണമായി മരിച്ച തുരുത്തികൾ. നമ്മുടെ കണ്ണ് യജമാനാണ്, നമ്മുടെ കാല് യജമാനാണ്, നമ്മുടെ കയ്യ് യജമാനാണ്, നമ്മുടെ ചെവി യജമാനാണ്. എനിക്ക് എൻ്റെതായ ഒരു ഉദ്ദേശമില്ല. അതിൽ യജമാനൻ വെള്ളം നിറച്ചാൽ ഓക്കെ, വെള്ളത്തിൽ വീഞ്ഞാണ് നിറയ്ക്കുന്നതെങ്കിൽ ഓക്കെ, അല്ല എണ്ണയാണ് നിറയ്ക്കുന്നതെങ്കിൽ ഓക്കെ, ഒരു വിരോധമില്ല. എന്തായാലും യജമാനന്റെ ഇഷ്ടം ചെയ്യാനായി ആ തുരുത്തി തന്നെ ഏൽപ്പിച്ചിരിക്കുക. അത് നാം എല്ലാവരും തുരുത്തികളാണ്. ഈ തുരുത്തി കുറച്ചു നാൾ കഴിയുമ്പോൾ പഴകും, അത് വീർക്കും, അതിൻ്റെ തൊലിക്കട്ടിയൊക്കെ കുറയും. അങ്ങനെ തൊലിക്കട്ടിയൊക്കെ കുറഞ്ഞ് വീർത്ത് ചീർത്ത് ഇരിക്കുന്ന ആ പഴയ തുരുത്തിയിലേക്ക് പുതുവീഞ്ഞ് പകർന്നാൽ എന്തോ സംഭവിക്കും? ആ തുരുത്തി പൊട്ടിപ്പോവും. അപ്പൊ നമ്മൾ ചേർത്ത് വീർത്ത് ഇങ്ങനെ ഉപയോഗിക്കപ്പെട്ടതാ. ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ പഴയതായപ്പോ ഒരു 21 ദിവസത്തെ ഉപവാസം അതിലേക്ക് പകർന്നു. എന്തോ സംഭവിക്കും? തുരുത്തി പൊട്ടിപ്പോകും. അതിന് നല്ല ഒരു യജമാനൻ ചെയ്യുന്നത് എന്താ ചെയ്യുമെന്നറിയാമോ? തുരുത്തി ഇങ്ങനെ വീർത്ത് ചേർത്തിരിക്കുമ്പോൾ പുകയത്ത് വയ്ക്കും. അതിന് വാക്യങ്ങളുണ്ട്, 119 സങ്കീർത്തനത്തിലുണ്ട്. പുകയത്ത് വയ്ക്കും. പുകയത്ത് ചില ദിവസങ്ങൾ ഇരുന്നാൽ എന്നാ ചെയ്യും? ഇത് ഉണങ്ങി ചുരുണ്ട് അതിൻ്റെ തീർത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്നും കൂടെ വലിഞ്ഞ് മുറുകി അങ്ങ് കട്ടിയാകും. അങ്ങനെ കട്ടിയാകുമ്പോൾ യജമാനൻ അതിനെടുത്ത് ഒന്നുകൂടെ ആ ചാരമെല്ലാം പുകയെല്ലാം ഒന്ന് തൂത്തുകളഞ്ഞ് എണ്ണ പുരട്ടി മയപ്പെടുത്തിയ ശേഷം അതിൽ ഒന്നുകിൽ വെള്ളമൊഴിക്കും, അല്ലെങ്കിൽ എണ്ണയൊഴിക്കും, അല്ലെങ്കിൽ വീഞ്ഞൊഴിക്കും. ഇപ്പോൾ ഇവിടെ പുതുവീഞ്ഞ് ആകുന്ന ഉപവാസം അതിലേക്ക് ഒഴിച്ചാൽ അത് പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ നമ്മുടെ ആ വീർത്ത് ചേർത്ത് പൊട്ടിപ്പോകാറായിരിക്കുന്ന ആ ജീവിതത്തെ ശരിയാക്കാൻ വേണ്ടിയല്ല ഈ 21 ദിവസം ഉപവാസം. അതിനു മുമ്പ് ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് ആ പുകയൊക്കെ ഒന്ന് കൊണ്ട് അങ്ങനെ ഒന്ന് ചുരുണ്ട്
ക്രമീകരിക്കപ്പെട്ട അതിൻ്റെതായ പഴയ അവസ്ഥയിലേക്ക് വരുമ്പോൾ യജമാനൻ അതെടുത്ത് ഒന്നുകൂടെ എണ്ണ തേച്ച് മയപ്പെടുത്തി തനിക്ക് ഇഷ്ടമുള്ള ആമേൻ അത് ഇഷ്ടമുള്ള ലിക്വിഡ് അതിലേക്ക് നിറയ്ക്കും. ഈ 21 ദിവസം ഉണക്കാനല്ല, അതിനു മുമ്പേ ഉണങ്ങി റെഡിയാകണം. റെഡിയായവര് കർത്താവേ ഇതിലേക്ക് നിന്റെ ഇഷ്ടമുള്ളതൊന്ന് പകരണമേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കാനാണ്. പലർക്കും 3 വ്യത്യസ്ത ശുശ്രൂഷകളാണ്. ചിലർക്ക് വീഞ്ഞ് പകർന്നാൽ മതിയെന്ന്, എന്നെ വീഞ്ഞ് പകർന്നാൽ മതിയെന്ന്. അത് യജമാന്റെ ഇഷ്ടമാണ്, നീയല്ല ഞാനല്ല ചിന്തിക്കേണ്ടത്. ചിലർക്ക് എണ്ണ പകർന്നേച്ചാൽ മതിയെന്ന്. ചിലർക്ക് ഒട്ടും ഇഷ്ടമല്ല, വെള്ളം പിടിച്ചു അത്രയും വെയിറ്റ് കൊണ്ട് നടക്കാൻ താല്പര്യമില്ല. എന്നാൽ യജമാന് നിന്നെ കുറിച്ച് ഏറ്റവും ഒരു മനുഷ്യന് പ്രയോജനപ്പെടുന്ന എന്താ? ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത്. ആ ശുശ്രൂഷയായിരിക്കും കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആത്മീയമായി ദാഹിച്ച് മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചില പതികന്മാർക്ക് വെള്ളം പകർന്നു കൊടുക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ അതാണ് ദൈവത്തിനെ കുറിച്ചുള്ള പദ്ധതി, പ്ലാന്. മുറിക്കപ്പെട്ട് വേദനപ്പെട്ട് കിടക്കുന്ന ചിലരുടെ ആ മുറിവിലേക്ക് പകരുന്ന എണ്ണയായിരിക്കും ചിലപ്പോൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. മുറിവേൽക്കപ്പെട്ട അനേകർക്ക് സൗഖ്യം നൽകുവാൻ, ആശ്വാസം നൽകുവാൻ, അതുവരെയായി അവരുടെ മുഖത്തെ മിനുക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിച്ചെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. അതിനും ആ തുരുത്തിക്കൊന്നും പുകഴാനില്ല. അനേകരെ സന്തോഷിപ്പിക്കുന്ന ആത്മചൈതന്യത്തിലേക്ക് നടത്തുന്ന പുതുവീഞ്ഞായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ പകർന്നത്. അതിന് നിങ്ങൾക്ക് ഒന്നും പുകഴാനില്ല. യജമാനന്റെ ഇഷ്ടം ഏതാ വേണ്ടത്? തുരുത്തിക്ക് എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ? ഒരു ചോയ്സും ഇല്ല. അത് യജമാനന്റെ ഇഷ്ടമാണ്. എന്നാൽ ഈ തുരുത്തിയിൽ എണ്ണയും വീഞ്ഞ വെള്ളമൊക്കെ നിറച്ചു വെച്ചിരിക്കുക. ആ തുരുത്തിക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എല്ലാവരും ഉണ്ടോ? ഉറങ്ങുവാണോ? തുരുത്തിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. മറ്റുള്ളവർക്ക് ആ പ്രയോജനം. എന്നെയും നിങ്ങളെയും ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചാൽ എന്റെ കാര്യം നേടാൻ വേണ്ടിയല്ല, എന്റെ ഉപയോഗത്തിനല്ല, മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വേണ്ടി ഞാൻ നീയും പ്രയോജനപ്പെടണം. ശുശ്രൂഷകൾ വിൽപ്പന ചരക്കാക്കരുത്. നിനക്ക് ലഭിച്ച കൃപാവരങ്ങൾ ദൈവം തന്നതാ. അത് വിൽപ്പന ചരക്കാക്കരുത്, ധനാഗമന മാർഗമാക്കരുത്, പൈസയ്ക്ക് വേണ്ടി ചെലവഴിക്കരുത്. എനിക്കൊരു വിവാഹത്തിനെ അറിയാം. പുള്ളി വിളിച്ചാൽ 1 മണിക്കൂർ മാത്രമേ ഞാൻ ഇരിക്കത്തുള്ളൂ. 1 മണിക്കൂർ. ആ 1 മണിക്കൂറിന് എനിക്ക് 3000 രൂപ വേണം. ഈ തിരുവനന്തപുരത്തുള്ള ഒരു ശുശ്രൂഷകനാ, ഒരു പ്രവാചകനാ. അദ്ദേഹം ഒരു വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ പുള്ളി പറയും, എനിക്ക് ഇത്രാം തീയതി ഇത്ര മണിക്ക് 1 മണിക്കൂർ സമയമുണ്ട്. അദ്ദേഹം ഡിമാൻഡ് ചെയ്യും, എനിക്ക് 1 മണിക്കൂറത്തേക്ക് 3000 രൂപ വേണം. ഇങ്ങനെയുള്ള വിൽപ്പന ചരക്കാണോ ശുശ്രൂഷ? ഇന്ന് അനവധി ദൈവദാസന്മാർ ശുശ്രൂഷകൾ വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുമ്പോൾ, കൃപയാൽ നിനക്ക് ലഭിച്ച ശുശ്രൂഷ കൃപയാൽ ദാനം ചെയ്യുക. അതിനുവേണ്ടിയാ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. Praise God. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ശവമടക്കിന് വരെ ഫീസ് വെച്ചിരിക്കുക.
ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് അത് ഫീസ് വയ്ക്കേണ്ട, അവരെന്തെങ്കിലും തന്നാൽ വാങ്ങിച്ചോളും. കാരണം അവർ വേറെ എത്രയോ കാര്യത്തിന് കൊടുക്കും. ദൈവദാസന് കൊടുക്കുന്ന കാര്യം വരുമ്പോൾ അവർ അല്പം പിടിച്ചേ കൊടുക്കത്തുള്ളൂ. അവിടെ സ്റ്റേജ് ഡെക്കറേഷന് 1.25 ലക്ഷം രൂപ, വീഡിയോയ്ക്ക് 5 ലക്ഷം രൂപ, അതിൻ്റെ ആൽബത്തിന് 25 ലക്ഷം രൂപ. എന്തൊക്കെ കാര്യങ്ങളാണ്. ആ ഫോട്ടോ എടുക്കുന്ന അന്നത്തെ അല്ലല്ലോ, ഒരു മാസം മുമ്പേ ഉള്ള അവരുടെ ഫോട്ടോകളൊക്കെ എടുത്തു വെച്ച് പെന്തക്കോസുകാരുടെ ഇടയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫോട്ടോ ഷൂട്ടിംഗ് ടൈം 1 മാസം. കാണുന്ന സകല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കല്യാണം കഴിക്കുന്നതിനും ഭാര്യ ഇവർ രണ്ടുപേരും കൂടെ പോവുക, ഫോട്ടോ എടുക്കുക, ഇരിക്കുക, കിടക്കുക, ഉരുളുക, വീഡിയോ, എന്തൊക്കെ കാര്യങ്ങളാണ്. കാണാൻ പറ്റത്തില്ല. ദൈവദാസന്മാരായി എനിക്ക് കാണാം. ഒരിക്കൽ ഞാൻ പറഞ്ഞു, മോനെ ഇത് കാണണമെങ്കിൽ രഹസ്യമായിട്ട് നീ റൂമിലിരുന്ന് കണ്ടോ, ഞങ്ങളെ ഒന്നും കൊണ്ട് കാണിക്കരുത്. പിന്നെ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. ഏതാണ്ട് 15 വർഷമായി എൻ്റെ അടുത്ത് മിണ്ടാമോ. ഞാൻ കയറി കാണുമ്പോൾ മിണ്ടും, പക്ഷേ അത് പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉപദേശം ആർക്കും ഇഷ്ടമല്ല, അത് വേറൊരു കാര്യം. അവിടെ ഞാൻ പറയാം, മോനെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞതെങ്കിൽ പിന്നെയും വന്നേനെ, കണ്ടേനെ, സന്തോഷമായേനെ. ഞാൻ നേരിട്ട് പറഞ്ഞു, മോനെ ഇത് നിങ്ങൾ വെളിയിൽ കാണിക്കണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് റൂമിലിരിക്കുമ്പോൾ എൻ്റെ ഇതിട്ട് കാണുക. ഇങ്ങനെയൊക്കെ കാശ് ചിലവാക്കും. പൂക്കൾക്ക് മാത്രം 1.5 ലക്ഷം രൂപ ചിലവാക്കിയ ബന്ധക്കോസുകാരുണ്ട്. പൂക്കൾക്ക് മാത്രം അതിനൊക്കെ കാശുണ്ട്. എന്നാൽ അവരെ തമ്മിൽ ഒന്നിച്ച് യോജിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാക്കിയ ദൈവദാസന് 2000 രൂപ. അതിനൊക്കെ ഒരു മാറ്റം വരണം. അതുകൊണ്ട് ദൈവദാസന്മാര് അവരത് കാശ് മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാശ് മേടിക്കണം. അവർക്ക് തരുന്നത് വാങ്ങിയോട് ചോദിച്ചു വാങ്ങിയൊന്നും ചെയ്യരുത്. തരുന്നത് അവർ മാന്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് വിശ്വാസികളുടെയും ബാധ്യതയാണ്. മരണത്തിന് 10000 രൂപ. എൻ്റെ ശുശ്രൂഷയിൽ ഇപ്പോൾ 50 വർഷമാണ്. ഏതാണ്ട് 30 വർഷമായിട്ട് 35 വർഷമായിട്ട് ശവമടക്ക ഫ്യൂണറൽ ശുശ്രൂഷ ഞാൻ നടത്തുന്നുണ്ട്. ചിലപ്പോൾ 3000-4000 രൂപ പെട്രോൾ അടിച്ച് പോയി ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാശ് ഇതുവരെ വാങ്ങിയിട്ടില്ല. വലിയ പണച്ചാക്കുകളുടെ അമ്മ മരിച്ചപ്പോൾ പോയി ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. അവരൊരു കെട്ട് നോട്ടും കൊണ്ട് പുറേ വന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ വാങ്ങത്തില്ല, എൻ്റെ തീരുമാനം അത്. ഒരു ശവമടക്ക് നടത്തുമ്പോൾ അതിന് കാശ് മേടിക്കുന്നത് ശരിയല്ല ഇന്നും. പിന്നെ അതുകൊണ്ട് ഒരു സെൻറ്ററിലെ ഒരു ദൈവദാസൻ സ്ഥിരം മരണശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കത്തുള്ളൂ. വിവാഹം വരുമ്പോൾ വേറെ ആളുകളെ വിളിക്കും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, പാസ്റ്റർ പേര് നിങ്ങൾക്കറിയാം, പാസ്റ്ററെ ഇങ്ങനെ അങ്ങോട്ട് മരിച്ച എനിക്ക് ഞാൻ കാശ് മേടിക്കത്തില്ല, എങ്കിലും അവിടെ നന്മയുടെ നല്ല അനുഭവങ്ങൾ, വിവാഹം മറ്റു കാര്യങ്ങൾ വരുമ്പോഴും എന്നെ വിളിക്കണം. അത് വിളിക്കത്തില്ല. പിന്നെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല, അതിനും വിളിച്ചിട്ടില്ല, ഇതിനും വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് ലഭിച്ച ശുശ്രൂഷകൾ ഒരിക്കലും അത് വിൽപ്പന ചരക്കാക്കി മാറ്റരുത്. യജമാനൻ നമുക്ക് നൽകിയ ആ ശുശ്രൂഷ, കൃപയാൽ ലഭിച്ച ശുശ്രൂഷ, അതെന്തായാലും ആയിരങ്ങൾക്ക് ജീവജലം നൽകുന്ന സുവിശേഷത്തിൻ്റെ ആ ശുശ്രൂഷയാണ് നൽകുന്നതെങ്കിൽ, ആയിരങ്ങളെ ആത്മചൈതന്യത്തിലേക്ക് നടത്തുന്ന ആ പുതുവീഞ്ഞിൻ്റെ ശുശ്രൂഷയാണെങ്കിൽ, അനേകർ വേദനിപ്പിക്കപ്പെടുന്ന, മുറിവേൽക്കപ്പെട്ട ചിലർക്ക് സൗഖ്യം നൽകുന്ന കൗൺസിലിങ്ങിൻ്റെ ശുശ്രൂഷയാണെങ്കിൽ, എന്തു തന്നെയായാലും നീ കൃപയാൽ പ്രാപിച്ചതാണ്, കൃപയാൽ അത് നൽകുക. ഞാൻ വേറെ വിഷയത്തിലേക്ക് കയറിപ്പോയി. എന്താ പറയുക, എൻ്റെ വിഷയം ഞാൻ പ്രസംഗിച്ചില്ല. ഇന്ന് പ്രസംഗിക്കാൻ വന്ന വിഷയം ഒക്കെ പെട്ടെന്ന് ഞാനത് തീർക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്തിനാ ഉപവസിക്കുന്നത്? വിശ്വാസം വർദ്ധിക്കാൻ. ആ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ വലിയ മാറ്റം നമുക്കുണ്ടാകും.
ഉപവാസം പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയല്ല. പഴയ നിയമത്തിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. എങ്കിലും പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ഉപവാസമല്ല ആദ്യം വേണ്ടത്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ നീ ആയിരിക്കുമ്പോൾ, ആ പ്രാർത്ഥനയുടെ തീവ്രത വർദ്ധിക്കുമ്പോൾ, ആമേ ഭൗതികാകാരം പോലും മറന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങും. അങ്ങനെ ഇരിക്കുമ്പോൾ നിന്റെ വിശ്വാസം വർദ്ധിക്കും. വിശ്വസിക്കുന്നവരാൽ സകലതും സാധ്യമെന്ന് ദൈവവചനത്തിൽ പറയുന്നത് പോലെ പിന്നെ നിന്റെ മുമ്പിൽ യെരിഹോ മതിലുകൾ ഉയർന്നു വരികയില്ല. നിന്റെ മുമ്പില് ആമേ യോർദാൻ കരകവിഞ്ഞൊഴുകയില്ല. നിന്റെ മുമ്പില് സിംഹങ്ങൾ വായ് പിളർക്കയില്ല. നിന്റെ മുമ്പിൽ ആമേ ഒരു പ്രതിസന്ധികളും ഉയർന്നു വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ആമേ സെരുബ്ബാബേലിന്റെ അടുക്കൽ ഉയർന്നു വന്ന ആ മഹാപർവ്വതം, പ്രൈസ് ദി ലോർഡ്, അതൊരു വ്യക്തിയാണ്. ആരെന്ന് ചോദിക്കുമ്പോൾ വ്യക്തിയാണ്. അവന്റെ മുമ്പിൽ ഉയർന്നു വന്ന ആ പ്രതികൂലമാകുന്ന മഹാപർവ്വത സമാനമായ ആ വിഷയം പോലും കൃപ കൃപ എന്നാർത്തുകൊണ്ട് അവ സകല പർവ്വതത്തെയും നീക്കിക്കളഞ്ഞ് വിജയം നേടുവാൻ ഒരു ദൈവവേദന കഴിയും. പെട്ടെന്ന് അടുത്ത 45 മിനിറ്റ് മറ്റൊരു സന്ദേശം നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇന്ന് രാവിലെ വായിച്ചതാണ്. എന്നാൽ അത് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് ചില ആലോചനകൾ എൻ്റെ ഉള്ളിൽ നൽകി. അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ഈ രാത്രി അവസാനിപ്പിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവി. വളരെ നന്നായി വായി. ഇന്ന് രാവിലെ ഒരു ദൈവദാസി വളരെ നന്നായി പെട്ടെന്ന് വായിക്കുന്നു. ആ കഴിവുകളും താലന്തുക ചിലർക്ക് നൽകിയിരിക്കുന്നത് അത് പ്രയോജനപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് കരയണ്ട. ഏൽപ്പിച്ച ദൂതതാ, ഏൽപ്പിച്ച ശുശ്രൂഷയതാ. എത്ര പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് പ്രയോജനപ്പെടുന്ന ഏത് കാര്യം ചെയ്താലും അതൊരു ശുശ്രൂഷയാണ്. ഇന്ന് ഒരുപാട് മറിയമാരുണ്ട്, മാർത്ത കുറവാണ്. മാർത്തമാര് കുറവാണ്. നമ്മളെല്ലാം മാർത്തയെ കുറ്റം പറയുന്നു. യേശു കുറ്റം പറഞ്ഞു. നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഗുഡ് പാർട്ട്. ഗുഡ് എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ മീതെ ബെറ്റർ, ദി ബെസ്റ്റ്. മറിയ ദി ബെസ്റ്റ് പാർട്ട് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗുഡ് നല്ല കാര്യമെന്നേ പറഞ്ഞോളൂ, ദി ബെസ്റ്റ് ആണെന്ന് പറഞ്ഞില്ല. മാർത്ത ഭൗതിക കാര്യത്തിന് വേണ്ടി അതും ആവശ്യമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, മാർത്തേ ഒരുപാട് ഡിഷ് വേണ്ട, ഒരു ഡിഷ്, ഒരു കറി മതി, അല്പമേ വേണ്ടൂ. മലയാളത്തിൽ അങ്ങനെ, ജസ്റ്റ് വൺ ഡിഷ്. ഒരുപാട് കറികൾ ഉണ്ടാക്കി ഒന്നും ചെയ്യണം. ചില ദൈവദാസന്മാർ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കും. ആ വീട്ടിലെ ദൈവദാസിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ സമയം കിട്ടത്തില്ല. എപ്പോഴും അടുക്കളയിൽ, അങ്ങ് അടുക്കളയിൽ ദൈവദാസന് ഇത്രയും കറികൾ ഒക്കെ ഉണ്ടാക്കുക. കറികൾ ഏതെങ്കിലും ഒന്ന് മതിയെന്നേ. എന്നിട്ട് മീറ്റിങ്ങിന് ഇരിക്കുക. അപ്പോൾ എന്നിട്ട് ഈ സഹോദരിമാർ പറയും, ഇത്രയും മേശപ്പുറം നിറച്ച് കറികളൊക്കെ നിരത്തി വെച്ചിട്ട്, പാസ്റ്ററേ കറികളൊന്നും ഇല്ല, കറികളൊക്കെ കുറവാ. അത് അവർ പറയുന്നത് ഞാൻ ഏതാണ്ടൊക്കെ തന്നിട്ടുണ്ടെന്നാ വിളിച്ചറിയുന്നേ, അല്ലാതൊന്നും അല്ല, കുറഞ്ഞു പോയതല്ല. സാധു കൊച്ചുകുഞ്ഞു ഉദ്ദേശി അദ്ദേഹം ഒരു വീട്ടിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മേശ നിറച്ച് കറി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പാസ്റ്ററേ കറികളൊന്നുമില്ല, ദൈവദാസനെ കറികളൊന്നുമില്ല എന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഇരുന്ന പച്ചച്ചോറ് മാത്രം തിന്നിട്ട് എഴുന്നേറ്റ് പോയി.
അയ്യോ പാസ്റ്ററെ ഈ കറി കഴിക്കാൻ, നീയല്ലേ പറഞ്ഞേ കറികളൊന്നും ഇല്ലെന്ന്? നീയല്ലേ പറഞ്ഞ കറികളൊന്നും ഇല്ലെന്ന്? അതുകൊണ്ട് കറി ഞാൻ ചോറ് തിന്നിട്ട് പോയി. ഇങ്ങനെയുള്ള ഈ സൂചിപ്പിക്കുന്ന പദങ്ങളൊന്നും പറ, സൂചിപ്പിക്കുന്നത് ഞാൻ ഇത്രയും കറികൾ ഉണ്ടാക്കി എന്നറിയിക്കാൻ വേണ്ടിയാ. മാർത്ത ആ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് മറിയോടൊപ്പം വന്നിരുന്നെങ്കിൽ യേശു എന്ത് പറയാം? മാർത്ത ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞേനെ. രണ്ടും ചെയ്യണം. ചിലര് മറിയമാണ് ശുശ്രൂഷയുള്ളൂ, അടുക്കള എന്തൊക്കെ പണിയുണ്ടെങ്കിലും പോകത്തില്ല. സഭയായാൽ ചിലപ്പോൾ ചില സഹോദരിമാർ നേരെ അടുക്കളയിൽ അവിടുത്തെ പണി നടക്കുക. ചില സഹോദരിമാരൊക്കെ കഷ്ടപ്പെട്ട് ആ മാസയോഗത്തിന് ആ കറിയൊക്കെ ഉണ്ടാക്കുക. ചില സഹോദരിമാർ നേരെ അങ്ങ് പോയി, സമയത്തിന് വരത്തില്ല, നേരെ പോയി ശുശ്രൂഷയ്ക്ക് അങ്ങിരിക്കും. മറിയമാരുടെ ശുശ്രൂഷ. ഞാൻ പറയും, നിങ്ങൾ നല്ലതാ തിരഞ്ഞെടുത്തത്, പക്ഷേ ഏറ്റവും നല്ലതല്ല തിരഞ്ഞെടുത്തത്. ഈ സഹോദരിമാർ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന് മാസയോഗത്തിന് ഇരിക്കും. They have chosen the best. ദൈവത്തിന് ഞാൻ ഓരോ ഭാഗങ്ങളിലേക്ക് അങ്ങ് പോവുക. അപ്പോൾ നമുക്ക് നാം വായിച്ച റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യമാണ്. ആരാധനയെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ നൽകിയിരിക്കുന്ന ഏക പുതിയ നിയമവാക്യമാണ് ഇത്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കണം. പുതിയ നിയമസഭയ്ക്ക് കർത്താവ് അതുകൂടെ തന്നിട്ടുണ്ട്. കാരണം ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കണമെന്ന് വേദപുസ്തകത്തിൽ ഏതെങ്കിലും വാക്യമുണ്ടോ? ഉണ്ടോ? പഴയ ദാവീദിന് മുമ്പ് ദേവാലയത്തിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു വായിക്കത്തില്ലായിരുന്നു. ശുഷ്കമായ ആചാരങ്ങൾ മാത്രം നടന്ന ഒരു സമയം. എന്നാൽ ദാവീദിന്റെ കാലത്ത് താൻ പുരോഹിതന്മാരെ കൊണ്ടും ഒക്കെ ശുശ്രൂഷ ചെയ്യിപ്പിക്കാൻ വാദ്യഘോഷങ്ങൾ ഉപയോഗിച്ചു. അന്ന് യാഗത്തേക്കാൾ സ്തോത്രയാഗത്തിന് പ്രാധാന്യം നൽകി. നമുക്കറിയാം, കൊമ്പും കുളമുള്ള മൂരിയേക്കാൾ ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതെന്ന് എഴുതി വെച്ചു. സ്തോത്രം ചെയ്യുന്നത് യഹോവയ്ക്ക് യാഗമാണ്. ഒരു 100 വാക്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. അത് ദാവീദിന്റെ കാലത്ത്. ആ ദാവീദിന്റെ കാലത്തെ ആരാധന അല്പം കഴിഞ്ഞപ്പോൾ അത് വീണുപോയി, തീർന്നുപോയി. എന്നാൽ പ്രവാചകനായ ആമോസ് ഒരു പ്രവചനം എഴുതി വെച്ചു. വായിച്ചേ, ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിലെന്ന പോലെ പണികയും ചെയ്യുമെന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഈ പ്രവചനം നിറവേറിയോ? ഈ പ്രവചനം നിറവേറിയോ? മൗനമാണല്ലോ. ഈ പ്രവചനം നിറവേറിയോ? എല്ലാവരും ഈ പ്രവചനം നിറവേറിയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇന്ന് ഈ പുതിയ നിയമകാലത്ത് ആമോസിന്റെ പ്രവചനം നിവർത്തിയായി.
ആ ദാവീദിന്റെ വീണുപോയ കാലത്ത് വീണുപോയ ആ കൂടാരം, ആ ആരാധന വീണ്ടും നിവർത്തിച്ച് ഇന്ന് പുതിയ നിയമസഭയിൽ നടക്കുന്ന ഈ ആരാധന ദാവീദിന്റെ കാലത്തെ ആരാധനയുടെ ഒരു പുനരാവിഷ്കരണമാണ്. അന്ന് വാദ്യോപകരണങ്ങളുണ്ടായിരുന്നു, ഇന്നും നല്ല മനോഹരമായി ഗിത്താർ വായിച്ച് പാടുന്ന കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മനോഹരമായി കീബോർഡ് വായിക്കുകയും ഡ്രമ്മടിക്കുകയും ഒക്കെ ചെയ്യുന്നവർ, ആ താലന്തുകൾ, ആ ശുശ്രൂഷ എവിടുന്ന് കിട്ടിയതാ? ദാവീദിന്റെ കാലത്തെ ആരാധനയുടെ പുനരാവിഷ്കരണം ഇന്ന് നടക്കുന്നത്. വേർപാടുകാർ പറയും കൈ പോലും അടിക്കരുതെന്ന്. പക്ഷേ ദാവീദിന്റെ കാലത്ത് ആരാധന നടക്കുന്നെങ്കിൽ അവിടെ നൃത്തമുണ്ട്, ഡാൻസ് ഉണ്ട്, പ്രൈസ് ദി ലോർഡ്, അവിടെ സ്തോത്രയാഗമുണ്ട്. ആ ആരാധനയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ മണിക്കൂറുകൾ എടുത്ത് പഠിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. പുതിയ നിയമസഭയിൽ ഇന്ന് വിശ്വാസികൾക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആരെങ്കിലും ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഡ്രമ്മടിച്ച് പാട്ട് പാടുന്നത്? ആ വേദപുസ്തകത്തിലുണ്ടോ? ഉണ്ടെന്ന് പറയണം. ദാവീദിന്റെ കാലത്തെ ആരാധന ഇന്ന് പുനരാവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്, അതിനെ വീണ്ടും നിവർത്തീകരിച്ചിരിക്കുന്നു. അന്ന് ആ ദാവീദ് യാഗത്തേക്കാൾ സ്തോത്രയാഗത്തിന് പ്രാധാന്യം നൽകി. ഹന്യയാഗങ്ങൾ നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമാകുമായിരുന്നു. ഹോമയാഗത്തിന് എനിക്ക് പ്രസാദമില്ല, ഹോമയാഗത്തിന് എനിക്ക് പ്രസാദമില്ല. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ ഒരു നാളും നിരസിക്കുകയില്ല. ആ യാഗമാണ് ഇന്ന് നടക്കേണ്ടത്. അന്നത്തെ വാദ്യോപകരണങ്ങൾ, ദാവീദിന്റെ കാലത്ത് നൃത്തം, സന്തോഷം ഇന്ന് നമ്മുടെ ആലയങ്ങളിൽ നടക്കണം. അതിനായി ദൈവത്തെ സ്തുതിക്കും. അപ്പോൾ ആരാധന എന്ന് പറഞ്ഞാൽ വാദ്യ ഉപകരണങ്ങൾ ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ താളത്തിനൊത്ത് ഒരു മാസ്മരികമായ അന്തരീക്ഷത്തിൽ ഒരു ഹാലൂസിനേഷനിൽ എത്തുന്നതല്ല ആരാധന. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പാട്ട് പാടുമ്പോൾ സ്വർഗം തോണിറങ്ങി വരുന്നു നോക്കും. ദൈവനെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഇരുന്ന് ചാറ്റ് ചെയ്യും, അല്ലെങ്കിൽ വെളിയിൽ പോയി നിൽക്കും. എന്തോ ഉണർവാത്! നീ പാട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ അനുഭവം പോലെ ദൈവവചനം കേൾക്കുമ്പോൾ ആ ആത്മീയ അനുഭവത്തിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാത്തതെല്ലാം ഒരു ഉപരിപ്ലവമായ പരിപാടികളാണ്. ഉപകരണം ആവശ്യമാണ്, പക്ഷെ സാത്താൻ അതിലൂടെ കയറി. ഇന്ന് സഭകളിൽ ഏറ്റവും പ്രശ്നം നടക്കുന്ന എവിടാ? സംഗീത ശുശ്രൂഷയ്ക്ക ഏറ്റവും പ്രശ്നങ്ങൾ. കാരണം ലൂസിഫർ അതായിരുന്നല്ലോ, പുള്ളി സംഗീത വിദഗ്ധനായിരുന്നല്ലോ. പുള്ളി ഇവിടെ അങ്ങ് കയറും. ഒരുപാട് സഭകൾ എനിക്കറിയാം, പാട്ട് പാടുന്നവൻ പ്രശ്നമുണ്ടാക്കി സഭ പിരിച്ചിട്ടുള്ളത്. എനിക്കെത്ര ഒന്നോ രണ്ടോ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. പാട്ട് പാടുമ്പോൾ ദൈവം നൽകിയത് ആമ ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് അനുഗ്രഹമാണ്. അതിൻ്റെ താളത്തിനൊത്ത് വെറുതെ കിടന്ന് തുള്ളുന്നതല്ല ആരാധന. ആരാധന എന്താ? ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, ഓഫറിങ് സംതിങ് വർത്ത് ടു ദ വർത്തി ഇൻ ഇന്റിമസി ഈസ് വർഷിപ്പ്. Offering something worth to the worthy is in intimacy is worship. എന്താ? യോഗ്യനായ ഒരുവന് യോഗ്യമായത് അർപ്പിക്കുന്നത്, അഥവാ അർഹനായവന് അർഹതപ്പെട്ടത് സ്നേഹത്തിൽ അർപ്പിക്കുന്നതാണ് ആരാധന. അർഹനായവന് അർഹമായത് സ്നേഹത്തിൽ അർപ്പിക്കുന്നതാണ് ആരാധന. നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നാം ദൈവത്തിന് അർപ്പിക്കേണ്ടത്. ഏറ്റവും വിലപ്പെട്ടത്, നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താ? ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്
പക്ഷെ എന്താ ഏറ്റവും വിലപ്പെട്ടത്? കർത്താവ്. അത് അവൻ വിലപ്പെട്ടതാ. നമുക്ക് വിലപ്പെട്ടത് വിലപ്പെട്ട കർത്താവിനെ അർപ്പിക്കണം. ആ കർത്താവിനെ അർപ്പിക്കുന്ന ആ ഏറ്റവും വിലപ്പെട്ടത് എന്താ? നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തെക്കാൾ വിലപ്പെട്ട എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ദൈവത്തിന് പ്രസാദമുള്ള യാഗം എന്താ? നമ്മുടെ ശരീരത്തെ അർപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തെ അർപ്പിക്കുന്നത്. നമ്മൾ അർപ്പിക്കാറുണ്ടോ? നമ്മളെല്ലാം പാട്ടുപാടും. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. സകലവും അർപ്പിച്ചിട്ടാണോ ഈ പാടുന്നത്? സകലവും അർപ്പിച്ചിട്ടാണോ പാടുന്നത്? നമുക്ക് വേണമെങ്കിൽ പാടാൻ ഇങ്ങനെ കഴിയത്തുള്ളൂ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. ഇതെല്ലാം നമുക്ക് പാടാൻ പറ്റത്തുള്ളൂ. സകലത അർപ്പിക്കുന്നുണ്ടോ? അടുത്ത ഞങ്ങള് സെമിനാരിൽ പഠിക്കുമ്പോൾ അവിടെ വിശ്വവിഖ്യാതമായ ഒരു ആംഗലേയ ഗാനം ഞങ്ങളെല്ലാം പാടാറുണ്ട്. എന്നാൽ എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഡാനിയേൽ, ഹൗ ക്യാൻ യു സിംഗ് ദാറ്റ് സോങ്? എങ്ങനെയാ പാടാൻ പറ്റുന്നത്? How thine own way, Lord, how thine own way, thou art a potter, I am the clay. പൂർണ്ണമായി ദൈവ വഴി നടന്നിട്ടാണോ പാടുന്നത്? പുള്ളി പാടത്തില്ല. അദ്ദേഹം എന്നോട് പറയും, ഡാനിയേൽ, നിനക്ക് പാടാൻ കഴിയും, ഇങ്ങനെ പാടിക്കോ. ഹാഫ് thine own way, Lord, half mine own way. അതെല്ലാം നമുക്ക് പാടാൻ പറ്റത്തുള്ളൂ. സമ്പൂർണമായി സമർപ്പിച്ചിട്ട് ആമേൻ പാടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? നമുക്ക് സമർപ്പിക്കാനുള്ളത് നമ്മുടെ ഈ ശരീരമാണ്. അതാ ഏറ്റവും വിലപ്പെട്ടത്. ഇതില്ലെങ്കിൽ വേറെ ഒന്നുമില്ല. എനിക്ക് 100 ഏക്കർ വസ്തുവും മണിമാളികയും ഒക്കെ ഉണ്ടെങ്കിൽ ഞാനില്ലെങ്കിൽ പിന്നെ എന്തോ പ്രയോജനം? എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് എൻ്റെ ശരീരമാണ്. ആ എൻ്റെ ശരീരം ദൈവത്തിനു വേണ്ടി അർപ്പിക്കണം. അത് ജീവനുള്ള യാഗമായി. സാധാരണ പൗലോസ് പറയുന്നുണ്ട് ഇങ്ങനെയാ. ആ പൗലോസ് നിങ്ങൾ ശരീരങ്ങളെ അർപ്പിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നത് ആ പഴയ നിയമത്തിലെ ഹോമയാഗമാണ്. പഴയ നിയമത്തിലെ ഹോമയാഗത്തിൽ താൻ നോക്കിയപ്പോൾ ഒരു കാളയെ കൊണ്ടുവന്നു, അതിൻ്റെ കഴുത്തറുത്തു, അതിൻ്റെ തൊലിയെല്ലാം ഉരിഞ്ഞ് കഷ്ണം കഷ്ണമായിട്ട് നുറുക്കി യാഗപീഠത്തിൽ അടുക്കി വെച്ചു. യാഗാഗ്നിയാൽ അത് വെന്തരിഞ്ഞ് ഒരു പിടിച്ചാരമായി മാറി. എന്നാൽ നമുക്ക് ഈ ഒരിക്കലെ പെട്ടെന്നങ്ങ് യാഗമായി തീർന്നാൽ അതാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷെ ജീവനോടെ ഇരുന്ന് യാഗമായി തീരുന്നത് കഴിയുമോ? ഒരു രക്തസാക്ഷിയായി പെട്ടെന്ന് മരിക്കുന്നത് എളുപ്പം, മരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പം. എന്നാൽ രക്തസാക്ഷിയായി ജീവിക്കാൻ പറ്റുമോ? അതാണ് ഏറ്റവും പ്രയാസമായ കാര്യം. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. എങ്ങനെയാണ് നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കാൻ കഴിയുന്നത്? നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? നിങ്ങൾ കർത്താവേ, അടിയനെ ഇതാ സമർപ്പിക്കുന്നു, എന്നെ ഒരു ചവിട്ടുമെത്തയാക്കണമേ, എന്നെ ഞാൻ കൃമിയാണ്, പുഴുവാണ് എന്നൊക്കെ പ്രാർത്ഥിക്കും. ആ ചവിട്ടുമത്തയിൽ ആരെങ്കിലും ഒന്ന് ചവിട്ടണം, അന്നേരം അറിയും വിവരം. ഈ പുഴുവാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവര് അതിനെ ചവിട്ടിയാൽ ആട്ടും.
പിന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഉപ്പാട് വന്നോളും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ താഴ്ത്തിയുള്ള പ്രാർത്ഥന. നമ്മുടെ ശരീരത്തെ യാഗമായി സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. അത് 3 മണിക്കൂർ വന്നിരുന്ന് കൈയടിച്ച് പാട്ടുപാടി പോകുന്നതാണോ? അല്ല. ഇറ്റ്സ് എ പ്രോസസ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തെ യാഗമായി അർപ്പിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണെങ്കിലും അതാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗം. വന്ന് കൈയടിച്ച് പാട്ടുപാടാൻ പറ്റും, ഗ്ലോറി ഗ്ലോറി പറയാൻ പറ്റും, നൃത്തം ചെയ്യാൻ പറ്റും. അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ഏറ്റവും അടിയന്തരമായി വേണ്ടത് നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുക. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് യേശു പൗലോസ് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, കർത്താവ് നിങ്ങളുടെ ശരീരത്തെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ശരീരം കൊണ്ടും ദൈവത്തെ സ്തുതിപ്പി. അത് ചിലർ പറയുന്നത് കൈയടിച്ച് പാടുന്നതാണ് ശരീരം കൊണ്ട് സ്തുതിക്കുന്നത്. കൈയടിച്ച് പാടാൻ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ബാക്കി നിങ്ങളുടെ ഒന്ന് നോക്കട്ടെ. കൈയടിച്ച് പാടാനായിട്ട് എവിടെ എഴുതിയിരിക്കുന്നത്? 150 സങ്കീർത്തനം എടുത്ത് ഇംഗ്ലീഷും വായിക്കണം, മലയാളവും വായിക്കണം. 150 സങ്കീർത്തനം നിങ്ങളെല്ലാം തെറ്റിദ്ധരിച്ച് വയ്ക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കൈത്താളങ്ങളൊന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് എന്നാന്ന് നോക്ക്. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ ഇംഗ്ലീഷ് എന്നാ? സൗണ്ടിങ് സിംബൽസ്. സിംബൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് റൗണ്ടിലൊരു സാധനം നടുക്കൊരു ചരട് വെച്ച് ഇങ്ങനെ അടിക്കുന്ന ആ സാധനത്തിനാണ് സിംബൽസ് എന്ന് പറയുന്നത്. അത് കൈയടിക്കാനാണോ അവിടെ പറഞ്ഞത്? അല്ല. പിന്നെ കൈയടിക്കണമെന്ന് വേദപുസ്തകത്തിലുണ്ട്, വാക്യമുണ്ട്, വേറെയുണ്ട്. 47 സങ്കീർത്തനം 1-ാം വാക്യം വായിച്ച്. 47 സങ്കീർത്തനം 1-ാം വാക്യം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ. ദൈവത്തെ ആർക്കുവാൻ കൈ തട്ടണം, കൈ അടിച്ച് പാടാം, കുഴപ്പമൊന്നുമില്ല, വാക്യമുണ്ട്. പക്ഷേ 150 സങ്കീർത്തനത്തിൽ പറയുന്നത് അതല്ല, അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി ചിലർ പറയുന്നു അതാണ് 10 കമ്പിയുള്ള വീണ എന്ന് പറയും. 10 കമ്പി അതാണോ? അതാണോ 10 കമ്പിയുള്ള വീണ? കൈ 10 വിരള വെച്ചടിക്കുന്നതാണ്. അങ്ങനെ പലരും പറയുന്നത്. അപ്പോൾ ഈ ആരാധന നമ്മുടെ ശരീരത്തെ അർപ്പിക്കുമ്പോൾ പരിപൂർണമായി നമ്മെ സമർപ്പിക്കണം. അന്ന് യാഗപീഠത്തെ എന്നാ ചെയ്യുന്നത്? അത് മരിച്ചു. ഇനി കാളയ്ക്ക് കൊമ്പുണ്ട്, പക്ഷെ ആ കൊമ്പ് കുലുക്കത്തില്ല. കാലുണ്ട്, കാല് ചലിക്കത്തില്ല. കൈയുണ്ട്, കൈ ചലിക്കത്തില്ല. ചെവിയുണ്ട്, അനക്കത്തില്ല. കണ്ണുണ്ട്, ചത്തു. നമ്മുടേതായ എല്ലാം അവസാനിച്ചു. പിന്നെ അതിൻ്റെ തോലുരിക്കണം. തോലുരിച്ചു കഴിഞ്ഞാൽ വെള്ളക്കാളയാണോ, പുള്ളിക്കാളയാണോ, കോളക്കാളയാണോ, മയിലക്കാളയാണോ തിരിച്ചറിയാൻ പറ്റുമോ? നമ്മുടെ ഐഡന്റിറ്റി അങ്ങ് പോയി. നമ്മുടെ ഐഡന്റിറ്റി പോയി. ഉരിച്ചു കഴിഞ്ഞു. ഉരിച്ചു കഴിഞ്ഞിട്ട് അതിനെ കഷ്ണം കഷ്ണമായി നുറുക്കണം. അത് കാളയാണോ ആടാണോ എന്ന് പിന്നെ തിരിച്ചറിയാൻ പറ്റും. ഐഡന്റിറ്റി പൂർണ്ണമായി അത് ചാരമായി തീർന്നു. അല്പ ചാരമെടുത്തിട്ട് ആ ചാരത്തിന് എന്തെങ്കിലും പുകഴാനുണ്ടോ? എനിക്ക് കൊമ്പുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, കൈയുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ വന്നിരുന്ന ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതല്ല. നമ്മുടെ ഇഷ്ടമെല്ലാം അടിയറ വെച്ചിട്ട് യജമാനന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പലരും തോലൊക്കെ ഉരിക്കാറുണ്ട്, പക്ഷെ അല്പം ചിലടത്ത് ശേഷിപ്പിക്കും. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഏകദേശം 10-12 വർഷം ഉണ്ടായിരുന്നു, അവിടെ ശുശ്രൂഷയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആട്ടിറച്ചി വാങ്ങാൻ പോകും. ആട്ടിറച്ചി വാങ്ങാൻ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ സാബ് ക്യാ ചാഹിയേ, ബേഡ് ചാഹിയേ, ബക്കറ ചാഹിയേ, ചെമ്മരിയാടിനെ വേണോ കോലാടിനെ വേണോ എന്നാണ് ചോദിക്കുന്നത്.
തോലുരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെമ്മരിയാടാണോ കോലാടാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പക്ഷെ അവര് വാലിന്റെ അറ്റത്ത് അല്പരോമം വെച്ചേക്കും. ആ വാലൊന്ന് പൊക്കിക്കാണും. ഇത് ഏ ബക്ര ഏ ബേഡ്, ഇത് ചെമ്മരിയാട്, ഇത് കോലാട്. അതുപോലെ നമ്മുടെ ഇടയിൽ ചില പുള്ളികളും തോലൊക്കെ ഉരിച്ചതാ, പക്ഷെ വാലിന്റെ അറ്റത്തെ രോമം കളയത്തില്ല. സമയം വരുമ്പോ വാല് പൊക്കും. ഞാൻ ആരാണെന്ന് അറിയാമോ? ഏത് കുടുംബത്തിൽപ്പെട്ടതെന്ന് അറിയാമോ? എന്റെ വിദ്യാഭ്യാസം അറിയാമോ? എന്റെ ശമ്പളം എത്രയാണെന്ന് അറിയാമോ? ഏത് കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അറിയാമോ? സഹോദര, ഏത് കമ്പനിയിലാണ് നീ കഷ്ണം കഷ്ണമായി നുറുക്കപ്പെട്ട് നിന്റെ ഐഡന്റിറ്റി പൂർണ്ണമായി മാറി വെറും ഒരു പിടിച്ചാരമായി മാറുന്നതാണ് രൂപാന്തരം. അങ്ങനെ നാം അർപ്പിക്കുന്നതാണ് ആരാധന. അതാണ് ജീവനുള്ള ആരാധന. നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിക്കുക. നമ്മുടെ ഓരോ അവയവങ്ങളും ദൈവത്തിൽ അർപ്പിക്കുക. നാം തന്നെ 10 കമ്പിയുള്ള ഒരു വീണയാണ്. നാം തന്നെ ശ്രദ്ധിച്ചോണം. നമുക്ക് 2 ചെവികൾ, 2 കണ്ണുകൾ, ഒരു വായ്, 2 കൈകൾ, 2 കാലുകൾ, ഒരു ഹൃദയം. ഇപ്പൊ എത്രയായി? എണ്ണിയില്ലയോ? 2 ചെവി, 2 കണ്ണ്, ഒരു വായ്. എത്ര? 5 ആയി. 2 കൈകൾ, 2 കാലുകൾ, ഹൃദയം. എത്രയായി? 5. ഇത് രണ്ടും കൂടെ ചേരുമ്പോ 10. നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം തന്നെ 10 കമ്പിയുള്ള ഒരു വീണയാണ്. ആ ശരീരം കൊണ്ടാ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഓ, ദാനിയേൽ ഉദ്ദേശിച്ച് വന്ന ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യം പറഞ്ഞിട്ട് പോകും. അതിന് വേദപുസ്തകത്തിൽ എന്തെങ്കിലും ആധാരമുണ്ടോ സാറേ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും. മനസ്സിൽ കണ്ടിട്ടുണ്ട്. മനസ്സിലൊക്കെ ചിലരുടെ ഉള്ളിൽ വന്നു. അതിനെന്തോ ആധാരം? ഇത് ഇങ്ങനെ കയ്യും കാലും ഒക്കെ ആണെന്ന് ആധാരം എന്തുവന്ന് മനസ്സിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. വായിച്ചേ യെശയ്യാ പ്രവചനം 33-ാം അധ്യായം, അതിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും? ഇവിടെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ സിയോൻ, ആ ദൈവസഭയുടെ നടുവിൽ ആരാ? ദഹിപ്പിക്കുന്ന അഗ്നിയായ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. വഷളന്മാർക്ക് ഇവിടെ പറ്റത്തില്ല. ഈ ദൈവസഭയിൽ ആർക്ക് ആയിരിക്കാൻ കഴിയും എന്നാ പ്രവാചകൻ ചോദിക്കുന്നത്. അതിന് മറുപടി താൻ പറയുന്നുണ്ട്. നിർത്തി വായിക്കണം. നീതിയായി നടന്ന്, അപ്പൊ നീതിയായി നടക്കണമെങ്കിൽ 2 കാല്, നേർ പറയുകയും, നേര് പറയണമെങ്കിൽ ഒരു നാവ്, പീഡനത്താൽ ഉള്ള ആദായം വെറുക്കുകയും. വെറുക്കുന്നത് എങ്ങനെ? ഹൃദയം കൊണ്ട്. അപ്പൊ എത്ര എണ്ണമായി? 2 കാല്, നാവ്, ഹൃദയം. 5 ആയി. തുടർന്ന് വായിച്ചു. കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും, 2 കയ്യ്, രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും, 2 ചെവി, കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നു. 2 കണ്ണ്. 6, 6, 4, 10. ദൈവത്തിന് യാഗമായി അർപ്പിക്കുന്നത് ഈ നിലയാ. എന്റെ കാലുകൾ അരുതാത്ത വഴികൾ നടക്കരുത്. എന്റെ നാവിൽ നിന്ന് അരുതാത്തത് വരരുത്. എന്റെ ഹൃദയത്തിൽ ദുശ്ചിന്ത വരരുത്. എന്റെ കൈകൾ ദുഷ്ടത പ്രവർത്തിക്കരുത്. എന്റെ കാതുകൾ ദുഷ്ടത കേൾക്കരുത്. എന്റെ കണ്ണുകൾ ദുഷ്ടത കാണരുത്. ഇങ്ങനെ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ജീവനുള്ള ആരാധന. ജീവനുള്ള ആരാധന. നമ്മുടെ ചെവി കൊണ്ട് നാം എന്ത് കേൾക്കണം? ഓരോ നിമിഷവും കർത്താവിന്റെ മൃദുല സ്വരം കേൾക്കണം. അവന്റെ ഇമ്പനാദം കേൾക്കണം. നമ്മുടെ 2 കണ്ണുകൊണ്ട് അവന്റെ മനോഹരത കാണണം. അവന്റെ സൗന്ദര്യത്തെ ദർശിക്കണം. നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തുതിക്കണം.
2 കൈ കൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. 2 കാലുകൊണ്ട് കർത്താവിൻ്റെ വഴികളിൽ നടക്കണം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ രാജാവായി വാഴിച്ച് സിംഹാസനസ്ഥനാക്കണം. ഇത് ചെയ്യുന്നതാണ് ആരാധന. അല്ലാതെ ഞായറാഴ്ച വന്ന് 2 കൈയടിച്ച് പാട്ടു, ഞായറാഴ്ചത്തെ ആ ശുശ്രൂഷയ്ക്ക് ആരാധന എന്നാണോ പറയേണ്ടത്? നമ്മളെല്ലാം പറയും ആരാധിക്കുകയാണ്. എന്നാൽ പൂർവ്വകാലങ്ങളിൽ എൻ്റെ അപ്പച്ചന്മാരെ പിതാക്കന്മാരാന്ന് പറഞ്ഞ് ഞങ്ങൾ സഭായോഗത്തിന് പോവുക. ഈ ആരാധന വന്നത് സമുദായക്കാരെഴുതി വെച്ച ആരാധനാ സമയം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ. അവരുടെ ആരാധന നടക്കുന്നത് തന്നെ യാഗമാ, അല്ലേ? കുർബാന, യാഗം. അവര് യാഗം നടത്തുന്നതിന് 2 മണിക്കൂർ 1 മണിക്കൂർ മതി. അങ്ങനെയുള്ള യാഗം നടത്താനാണോ നാം വരുന്നത്? അത് സഭായോഗമാണോ? നാം സഭായോഗമായി കൂടി വരുന്നത്. അതിൽ വിവിധ പ്രോഗ്രാമുകളുണ്ട്. അവിടെ സഭായോഗങ്ങളിൽ യഹോവയെ മഹത്വപ്പെടുത്തുവിനെന്ന് 68-ാം സങ്കീർത്തനമുണ്ട്. അടുത്തത് നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുടെ വ്യാഖ്യാനമുണ്ട്. അവർ കൂടി വരുമ്പോൾ അപ്പം നുറുക്ക് ഉണ്ട്. അവർ കൂടി വരുമ്പോൾ നർമ്മശേഖരമുണ്ട്. അവർ കൂടി വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു, അഥവാ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അവർ കൂടി വരുമ്പോൾ അന്യോന്യം പ്രബോധിപ്പിക്കുന്നു. ഇങ്ങനെ പ്രോഗ്രാമുകളാണ്. നാം കൂടി വരുന്നത് ഞായറാഴ്ച സഭായോഗത്തിനാ. ചിലരൊക്കെ ഉറങ്ങാൻ തുടങ്ങി. സഭായോഗത്തിനാ. അതിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട്. ഉപദേശമുണ്ട്, പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, ആരാധനയുണ്ട്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായ ആരാധന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, സ്കൂളിലായിരിക്കുമ്പോൾ, കോളേജിലായിരിക്കുമ്പോൾ, എവിടെയായിരുന്നാലും നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നതാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും മറ്റുള്ളവർ പറയുന്ന വേണ്ടാത്ത ജോക്കുകളും കേട്ട് സന്തോഷിക്കുന്നവരല്ല. അതവർ പറഞ്ഞോട്ട് കർത്താവിൽ നിന്നുള്ള ഇമ്പസ്വരം കേൾക്കാൻ കാതേൽപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് കണ്ണിന് ഇമ്പമുള്ള പലതും കാണാൻ കാണും. അതിനേക്കാൾ ഉപരി അവൻ സുന്ദരനായ ആ കർത്താവിനെ ഒന്ന് കാണാൻ കഴിയുമോ? നിങ്ങളുടെ നാവ് കൊണ്ട് ഓരോ നിമിഷവും ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ കഴിയുമോ? നമ്മുടെ കൈ കൊണ്ട് കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയുമോ? കാലുകൾ കൊണ്ട് കർത്താവിന്റെ വഴികൾ നടക്കാൻ കഴിയുമോ? ഇതൊക്കെ നടക്കണമെങ്കിൽ ആ കർത്താവിനെ രാജാവായി നിന്റെ സിംഹാസനത്തിൽ നീ അവൻ വാഴിക്കുമ്പോൾ ഇതൊക്കെ നടക്കണം. അത് ദിനംതോറും നടക്കുന്ന ആരാധനയാണ്. അങ്ങനെ നടക്കുന്ന ആരാധനക്കാർ അവർ സഭായോഗത്തിന് വരുമ്പോൾ അവര് ആക്റ്റീവായി ദൈവത്തെ സ്തുതിക്കും. ഇന്ന് പലരും നടക്കുന്നത് തോന്നിയതുപോലെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച ഇന്ന് വരെ നടന്നിട്ട് ഞായറാഴ്ച വന്നൊരു കൈയടിയും പാട്ടും അന്യഭാഷയും. ഇതൊന്നും ആരാധനയല്ല. ശരീരത്തെ യാഗമായി സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ നാം ഈ ലോകത്തിന് അനുരൂപരാകരുത്. അവിടുത്തെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നിങ്ങൾ നിറം മാറുന്നവരാകരുത്. സാഹചര്യം അനുസരിച്ച് നിറം മാറരുത്. നിറം മാറുന്ന ഒരു ജീവി ഉണ്ടല്ലോ മോളെ, എൻ്റെ പേരെന്താ? നിറം മാറുന്ന ഒരു ജീവി. അത് പറഞ്ഞു കൊടുക്കരുത്, കുഞ്ഞുങ്ങൾക്ക് അറിയാമോ നോക്കട്ടെ. അല്ലെ നിങ്ങൾ കൊണ്ടുപോയി ഓന്തിനെയൊക്കെ കാണിക്കണം. ഇവരൊക്കെ പല കാര്യങ്ങളൊക്കെ അറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരത്തിൽ കയറി, അവിടെ കയറി, ഇവിടെ കയറി, ചാടി പറഞ്ഞു എല്ലാം നേരിട്ട് കണ്ടുപിടിച്ചവരാ. ഇവർ സ്കൂളിൽ ഓന്തിനെ വരച്ച് കാണിക്കും, പക്ഷെ നേരിൽ കണ്ടിട്ടില്ല. അപ്പൊ നിറം മാറുന്ന ജീവിയാണ് ഓന്ത്. എങ്ങനെയാ നിറം മാറുന്നത്? അതിന് പാറയിലിരുന്നാൽ
പാറയുടെ നിറം, ഇലയിലിരുന്നാൽ ഇലയുടെ നിറം, മരത്തിലിരുന്നാൽ മരത്തിൻ്റെ നിറം മാറും. വിശ്വാസികൾ അങ്ങനെ ഓന്തിനെ പോലെ നിറം മാറുന്നവരാകരുത്. നാം എവിടെ പോയിരുന്നാലും ഒരു ദൈവമയിലാണെന്നുള്ള ഐഡന്റിറ്റി നാം സൂക്ഷിക്കണം. ഇതൊക്കെ ഇച്ചിരി മണിക്കൂർ പറയാനുണ്ട്, സമയം പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തുക. എവിടെയായിരുന്നാലും ഐഡന്റിറ്റി സൂക്ഷിക്കണം. നാം ആരാണ്? വേർപെട്ട വിശുദ്ധന്മാരാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ആൻറ്റി? വിശുദ്ധി എന്ന് പറഞ്ഞാൽ ആൻറ്റിയുടെ ആ കാഴ്ചപ്പാടെന്താ? എന്താ യുവാസിനെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അകത്ത് ഉള്ളത് പുറത്തു വരുന്നത്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രീക്ക് പദം ഹഗിയോസ് എന്നാണ്. അതിൻ്റെ അർത്ഥം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായത്. ഞാൻ പെട്ടെന്ന് സമയം പോയതുകൊണ്ട് പെട്ടെന്നൊരു ഉദാഹരണം. ഞങ്ങൾ സൺഡേ സ്കൂള് പഠിക്കുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ സൺഡേ സ്കൂളിലൊക്കെ ഒരു 80-100 പേരുണ്ടായിരുന്നു. ആ സമയം ഇപ്പം 4-5 പേരേ ഉള്ളൂ സൺഡേ സ്കൂളിന്. ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം എന്താ? ചെറുപ്പക്കാർ മൊത്തം ആ വിദേശത്തേക്ക് പോയി. എൻ്റെ മോൻ കാനഡയിൽ അവിടെ ഒരു സഭയിൽ ആണ്. ആ സഭയിൽ ഏകദേശം 200ഓളം കുഞ്ഞുങ്ങൾ തന്നെയുണ്ട്. അവർക്ക് വാക്യം പറയാൻ 3 മാസം കൂടുമ്പോൾ ഒരവസരം. അവർ ഇങ്ങനെ വേർതിരിച്ചിരിക്കുക. ഇന്ന ഗ്രൂപ്പ് ഇന്ന ദിവസം അങ്ങനെ ഏൽപ്പിക്കുക. അപ്പോൾ 3 മാസം 2 മാസം കഴിയുമ്പോഴാണ് അവർ പാട്ട് പാടി വാക്യം പറയാനുള്ള അവസരം കിട്ടുന്നത്. ആണ് എല്ലാം അങ്ങോട്ടങ്ങ് പോയി, ഇവിടെ ഇല്ല. കഴിഞ്ഞ നാളിൽ അന്ന് ഒരു കുടുംബത്തിൽ 1-2 പേരൊന്നും അല്ല, ഒരു 10 പേരൊക്കെയുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ 5 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ സഭയിലെ ഒരു കുടുംബത്തിൽ 10 പേരാണ്. ആ പേര് എനിക്ക് കാണാതറിയാം. തങ്കച്ചൻ, ജോണ്, ചിന്നമ്മ, കുഞ്ഞുവൻ, രാജൻ, സണ്ണി, ബെഞ്ചവൻ, ബാബു, ജോയി, കുഞ്ഞോള്. 10 പേര്. ഇന്ന് ഞങ്ങൾ 2, ഞങ്ങൾക്ക് 1. അത് പോയി, 1 മതി. ഗവൺമെന്റിനെ ശരിക്കും നാം അനുസരിക്കുന്ന ആ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ അത് ബാധകമാണോ? അവർക്കിപ്പോഴും ധാരാളം ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ട്. പെന്തക്കോസുകാർക്ക് ബയോളജിക്കൽ ഗ്രോത്ത് ഇല്ല. അടുത്ത തലമുറ വരുമ്പം സഭയിൽ ആളില്ലാതെ വരും. പുതുതായിട്ട് രക്ഷിക്കപ്പെട്ടു വരുന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. സഭയിൽ ആളില്ലാതെ വരും. ഞാൻ പലപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു 10 മക്കളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരിക്ക് പറ്റത്തില്ലായിരുന്നു. 2 പേര് തന്നെ പ്രയാസപ്പെട്ട, ശാരീരികമായ ആരോഗ്യമില്ലാത്തതുകൊണ്ട്. അതൊരു 10 മക്കളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നേനെ? ആദ്യമൊക്കെ വളർത്തിക്കൊണ്ട് വരാൻ പാടാ, അതൊക്കെ ശരിയാ. ഞങ്ങളുടെ നാട്ടിലെ 10 മക്കള് അദ്ദേഹമൊക്കെ മരിച്ചുപോയി. അദ്ദേഹം ആ തെരുവിലൂടെ ഞങ്ങളുടെ ജംഗ്ഷനിലൂടെ ഒക്കെ ഒന്ന് പോകുന്നത് തലയെടുത്ത ഒരെണ്ണം പറയത്തില്ല. തടിമാടന്മാരായി 10 മക്കളാ. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അവരും അറിയും. ആ ടൈപ്പാ. പിന്നെ അവരുടെ രക്ഷയിലേക്ക് വന്നു, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ഇന്ന് സൺഡേ സ്കൂൾ പഠിക്കാൻ ആളില്ല. ആ സഭയിലൊരു 80 പേരുണ്ട്. ആനിവേഴ്സറി ഉണ്ട്. ആനിവേഴ്സറിക്ക് എല്ലാവർക്കും സമ്മാനമുണ്ട്. ഞങ്ങൾക്ക് അന്ന് കിട്ടുന്ന ഈ ഗ്ലാസ്സാണ്. എല്ലാവർക്കും ഗ്ലാസ് കിട്ടും. പിന്നെ ഫസ്റ്റ് വാങ്ങുന്നവർക്കൊരു പേന എക്സ്ട്രാ, സെക്കൻഡ് വാങ്ങുന്നവർക്കൊരു പെൻസിൽ, എല്ലാവർക്കും ഗ്ലാസ് കിട്ടും. ഒരു ദിവസം ഒരു 10-100 ഗ്ലാസ് അവിടെ ആ സൺഡേ സ്കൂൾ ഭാരവാഹികൾ കൊണ്ടുവച്ചു. പാസ്റ്റർ വന്നൊരു 4 ഗ്ലാസ് അതിൽ നിന്ന് എടുത്തു. ഞാൻ വിചാരിച്ചു എന്തിനാ ഇദ്ദേഹം ഗ്ലാസ് എടുത്തേ? പുള്ളി കൊണ്ടുപോയി, മനസ്സിലായില്ല. ഞങ്ങൾക്ക് അന്ന് ഗ്ലാസ് കിട്ടി. ആ ഗ്ലാസ്സിൽ ഞങ്ങൾ ചക്കരക്കാപ്പി, അറിയാമോ, ചുക്ക് കാപ്പി, അതും ബണ്ണും, അതാ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആഹാരം, ബണ്ണും ചക്കരക്കാപ്പി. പിന്നെ എല്ലാവർക്കും ഓരോ ഗ്ലാസ്. ആ ഗ്ലാസ്സിൽ ഞങ്ങളത് കുടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അതിൽ കഞ്ഞിവെള്ളം കുടിച്ചു, നാരങ്ങ വെള്ളം കുടിച്ചു, അതിൽ എന്തൊക്കെ കിട്ടുന്നു അതെല്ലാം ആ ഗ്ലാസ്സിൽ കുടിച്ചു.
പിറ്റേ ആഴ്ചയിൽ സഭയിൽ കർത്താവിൻ്റെ മേശയുണ്ടായി. അപ്പം ഞാൻ നോട്ട് ചെയ്തു, ആ 4 ഗ്ലാസ് പാനപാത്രം പകർന്നു കൊടുക്കാനായിട്ട് ആ 4 ഗ്ലാസ് കർത്തദാസൻ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് താൻ കഴുകി അത് അലമാരി വെച്ചു. ആ ഗ്ലാസ്സിൽ താൻ ചായ കുടിക്കുന്നത് കണ്ടിട്ടില്ല, മറ്റ് ഗസ്റ്റിന് കാപ്പി കൊടുക്കുന്നത് കണ്ടിട്ടില്ല, തനിക്ക് ഇഷ്ടമുള്ളതൊന്നും അത് ചെയ്തിട്ടില്ല. ഏത് കാര്യത്തിന് വേണ്ടി അത് മാറ്റിവെച്ചോ അതിനു വേണ്ടി മാത്രം അത് ഉപയോഗിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ ഗ്ലാസ്, ഈ ഗ്ലാസ് നിറം ഒന്നാണ്, ആകൃതി ഒന്നാണ്, വില ഒന്നാണ്, എങ്കിലും അതിൻ്റെ നടുവിൽ നിന്ന് ഒരു 4 ഗ്ലാസ് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാറ്റിവെച്ചതുപോലെ ഈ ലോകത്തിലുള്ള ജനത്തിൽ നിന്ന് സാധാരണക്കാരെ പോലെ നാം ആയിരുന്നു. അവരിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ല. എന്നാൽ എൻ്റെ ദൈവം അവരിൽ നിന്ന് ചിലരെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാറ്റിവെച്ചു. സാധാരണക്കാർ ചെയ്യുന്നത് പോലെയല്ല നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണക്കാർ സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. സാധാരണക്കാർ വസ്ത്രം ധരിക്കുന്ന പോലെ വസ്ത്രം ധരിക്കാൻ പാടില്ല. നാം പ്രത്യേകമായി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാ. അതാ വിശുദ്ധി. അപ്പൊ ഈ ലോകത്തിന് അനുരൂപരാകാതെ വിശുദ്ധരായി ജീവിച്ച് നമ്മുടെ മനസ്സ് പുതുക്കണം, രൂപാന്തരപ്പെടണം. രൂപാന്തരം എന്നതിനുള്ള ഗ്രീക്ക് പദം മെറ്റമോർഫോസിസ് എന്നാണ്. കുഞ്ഞുങ്ങളോടാ ചോദിക്കുന്നത്, എന്താ ഈ മെറ്റമോർഫോസിസ്? എന്താ? ഒരു ചിത്രശലഭത്തിന്റെ 4 ജീവിത ഘട്ടങ്ങളാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും രൂപാന്തരം ഉണ്ടാകണം. മുട്ട, പുഴു, പ്യൂപ്പ, ശലഭം, അഡൽട്ട്. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം എങ്ങനെ ഉണ്ടാകേണ്ടത്? മുട്ട എന്ന് പറഞ്ഞാൽ 1-ാം ജന്മം. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ചു, 1-ാം ജന്മം. പുഴു ആയപ്പോൾ വീണ്ടും ജനിച്ചു. നമുക്കെല്ലാം വീണ്ടും ജന്മം നടന്നു. പക്ഷെ ഇപ്പോഴും പുഴുവിൻ്റെ അവസ്ഥയാണ്. ഇരിക്കുന്നിടമെല്ലാം തിന്നുകൊണ്ടിരിക്കും. ഇലയാണെങ്കിൽ ഇല, ചാണകമാണെങ്കിൽ ചാണകം, സകല ഗാർബേജും തിന്നും. വീണ്ടും ജനിച്ചതാ, ശരിയാ. ഇപ്പോഴും സിനിമ കാണാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും സീരിയൽ കാണാതിരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും 4 മണിക്ക് ഞാനും വൈഫും കൂടെ ഒരു വീട്ടിൽ ചെന്നു. നല്ല കഥ കടച്ചിരിക്കുക, പക്ഷെ ആളുടെ ശബ്ദം കേൾക്കുന്ന മാത്രമാണ്. ഞങ്ങൾ കുട്ടി വിളിച്ചപ്പോൾ അല്പസമയം കഴിഞ്ഞ് ആ സഹോദരി കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് പുറത്തോട്ട് വന്നു. ആൻറ്റി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, പ്രാർത്ഥിക്കുമ്പോഴേ കരഞ്ഞ് കരഞ്ഞു. അന്നേരം കൊച്ചു മോനാണ്, അമ്മച്ചി സീരിയൽ കാണുമായിരുന്നു. കാണുന്ന ഗാർബേജ് എല്ലാം കാണും. ആ സീരിയൽ കണ്ടിട്ടാണ് ഭർത്താക്കന്മാരെ അനുസരിക്കാത്തത്, ഭർത്താക്കന്മാരുടെ ചെള്ളക്കടിക്കുന്നത്. ഈ സീരിയലൊക്കെ കണ്ടിട്ടാ ഭാര്യമാരെ ഇട്ട് ചവിട്ടുന്നത്. സീരിയൽ കാണുന്നവർ അവർ വീട്ടിലത് പ്രാക്ടീസ് ചെയ്യും. ഈ കാണുന്ന ഗാർബേജ് ഒന്നും തിന്നാനല്ല വീണ്ടും ജനിച്ച് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മെ നയിക്കും. ഏതോ നൂലാമാലകളാൽ നമ്മൾ ചുറ്റി ചുറ്റി ചുറ്റപ്പെട്ട ഒറ്റപ്പെടുത്തി ഇരുൾ മൂടി അനുഭവത്തിലാക്കി അങ്ങനെ ഒറ്റയ്ക്കായിരിക്കും. കർത്താവേ, ഇതെന്നെ നശിപ്പിക്കാനാണോ? എനിക്ക് ഈ ഗതി വന്നല്ലോ, ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, പ്രശ്നങ്ങളാകുന്ന നൂലാമല ഞാൻ ചുറ്റപ്പെട്ടു പോയല്ലോ, വഴിയറിയാതെ ഞാൻ ഭാരപ്പെടുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കും. സഹോദരാ, അത് നിന്നെ നശിപ്പിക്കാനല്ല, നിനക്കൊരു രൂപാന്തരം വരുത്താൻ ദൈവം ആഗ്രഹിക്കുക. അങ്ങനെ ആ പ്യൂപ്പയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചിലരെ ഇന്ന് രാത്രി ദൈവാത്മാവ് കാണുന്നു. വിവിധ വിഷയങ്ങളാൽ ചുറ്റപ്പെട്ട
ഒന്നഴിയുമ്പോൾ അടുത്ത ചുറ്റൽ മുറുകയാണ്, അതഴിയുമ്പോൾ മറ്റൊരു ചുറ്റൽ മുറുകയാണ്. ഇങ്ങനെ മുറുക്കി 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 നിന്നെ ഒറ്റപ്പെടുത്തി ഇരുട്ടറയിലാക്കി അടയ്ക്കുന്നത് നിന്നെ ഇല്ലാതാക്കാനല്ല, നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്താൻ, നിന്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്താൻ. ഓ ഹല്ലേലൂയ, നിന്റെ ആ രൂപത്തിനൊരു മാറ്റം വരുത്താൻ, നിന്നെ രൂപാന്തരപ്പെടുത്താൻ. അത് എന്നും നിന്നെ ആ അവസ്ഥയിലാക്കത്തില്ല, അതിനൊരവസാനമുണ്ട്. ഒരു ദിവസം നീ തന്നെ അതിൻ്റെ സൈഡ് പൊട്ടിച്ച് പുറത്തു വരും. വേറെ ആരും സഹായിക്കേണ്ട കാര്യമില്ല. പണ്ട് ഒരു പ്യൂപ്പയിൽ, സമയം പോയെന്നറിയാം, ആ പ്യൂപ്പയിൽ ഇങ്ങനെ ഒരു ജീവി കിടന്ന് ഇങ്ങനെ പുറത്തു വരാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാനൊരു ബ്ലേഡ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ആ ദ്വാരത്തിൻ്റെ അരികൊന്ന് മുറിച്ചു കൊടുത്തു. ഇത് പെട്ടെന്ന് വെളിയിൽ വന്നു. പക്ഷെ ചിറക് വിരിഞ്ഞില്ല, കാല് ശരിയായില്ല, ഹാൻഡിക്യാപ്ഡായിപ്പോയി. ഞാൻ ചെയ്ത ദ്രോഹം ഭയങ്കരമായിപ്പോയി. ഇന്നേപോലെ ഈ ദിവസങ്ങളിൽ ചില പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള പ്യൂപ്പയുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ ചില വിടുതൽ വിദഗ്ധന്മാർ വന്ന് അതിൻ്റെ ആ ദ്വാരം അറുത്ത് കളയും. അവർ ചെയ്യുന്നത് എന്താ? നിന്നെ ഹാൻഡിക്യാപ്ഡാക്കുക. നീ തന്നെ, ഞാനും നിങ്ങളും തന്നെ അതിൻ്റെ പുറത്തു നിന്ന് സ്ട്രഗിൾ ചെയ്ത് ആരോഗ്യമുള്ളവരായി, ശക്തരായി, വർണ്ണശബളമായ ചിറകുകൾ വിരിച്ച് പുറത്തു വരണം. അതുകൊണ്ട് ഈ പ്യൂപ്പാദശയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഉപദേശിമാർക്ക്, പ്രവാചകന്മാർക്ക് പിന്നെ പണിയാണ്. സമയമില്ല. പ്രവാചകന്മാരെ, ഞാനൊരു പ്രവാചകനാണ്, ഞാൻ ദൂത് പറയുക. ഞാൻ ദൂത് പറയുമ്പോൾ ഇവിടെ എത്രയോ പേർക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതാ പ്രവചനം. പ്രവചനം എന്താ? തലേ കൈവച്ച് പറയുന്നതാണോ പ്രവചനം? വായിച്ച് 1 കൊരിന്ത്യർ 14:3 എന്താ പ്രവചനം? നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അതുകൊണ്ടാണ് പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പോൾ പ്രവചിക്കുന്നവൻ എന്നാ ചെയ്യുന്നത്? ആത്മീയ വർധനയ്ക്ക്, ആശ്വാസത്തിന്, പ്രബോധനത്തിന്. ഇനി 31 വായിച്ചേ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തരിനായി പ്രവചിക്കാമല്ലോ. പ്രവചിക്കുമ്പോൾ എന്നാണ്ട്? പഠിക്കാനുണ്ട്. പഠിക്കാനുണ്ട്. ഈ 2 പ്രവാചകന്മാർ ചെയ്ത കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോസ്തലപ്രവൃത്തി 15:32. അപ്പോസ്തലപ്രവൃത്തി 15:32. യൂദായും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനത്താൽ ദൈവസഭയെ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രവചനം. അല്ല, തലേ കലയിൽ വെച്ച് മുമ്പോട്ട് വലിക്കുന്ന പോരാട്ടമുണ്ട്, പള്ളിക്കെട്ടുണ്ട്, ക്ഷേത്രക്കെട്ടുണ്ട് എന്ന് പറയുന്നതല്ല. ദൈവവചനം, പുതിയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്നത് ആത്മീയ വർധനയ്ക്ക്, ആശ്വാസത്തിന്, പ്രബോധനത്തിന്, പഠിക്കാന്. ഞാനൊരു പ്രവാചകനായതുകൊണ്ട് ഇത്രയും സമയം ദൂത് പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൂതാ പറഞ്ഞത്. ഞാൻ മനപ്പാഠം പഠിച്ച കാര്യങ്ങളല്ല, ഓരോന്ന് കിട്ടുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാ പ്രവചനം. അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങളുടെ പുറകെ പോയി നിങ്ങൾ നിരാശപ്പെട്ട് എത്രയോ കുടുംബങ്ങളെ, എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് പോകട്ടോ, ഞാൻ ബലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നാലെ ചില പ്രവാചകന്മാർ പറയുന്നത്, ഞാൻ എന്നൊരു അക്ഷരം കാണുന്നു. ഏബ്രഹാം ആയിരിക്കാം, എബി ആയിരിക്കാം,
ഈ കർത്താവിന് ആ പേരറിയത്തില്ലേ? ഗിദെയോനോട് പറഞ്ഞിട്ട് അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെന്ന് പറയാൻ ദൈവത്തിനറിയെങ്കിൽ ഏലിയാമയാണോ, ഏബ്രഹാമാണോ, എബിയാണോ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രവചനം ഞാൻ തുച്ഛീകരിക്കുകയല്ല. ദൈവവചനമാണ് പ്രവചനം. ദൂതറിയിക്കുന്ന നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് ആ പ്രവചനം. ആശ്വാസം നൽകുന്നത് ആ പ്രവചനം. അത് പ്രബോധനം നൽകുന്നതാണ്. അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഉപദേശങ്ങളുണ്ട്. അതാണ് പ്രവചനം. ഒരു പ്രവാചകൻ വന്നാൽ ഇന്ന് താൻ പ്രവചനം പറഞ്ഞ ദൈവസഭയെ വിഘടിപ്പിച്ച് 3 പക്ഷമാക്കും. എന്നാൽ യൂദാസ് ശീലാസ് എന്തായത്? വചനം പ്രസംഗിച്ച് അവരെ ഉറപ്പിച്ചു. അതാ പ്രവചനം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ സമയമില്ല, മുമ്പോട്ട് പോകട്ടെ. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരണം. ആ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, നൂലാമാലകളാൽ ചുറ്റപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, ഏകാന്തത അനുഭവിക്കുമ്പോൾ, സഹോദരി, അതിനെ നശിപ്പിക്കാനല്ല, നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്താൻ, നിന്റെ ജീവിതത്തിനൊരു മാറ്റം വരുത്തുവാൻ, നിനക്കൊരു പുതുക്കം നൽകുവാൻ, പുത്തൻ അനുഭവം നൽകുവാൻ, പുതുക്കത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് രൂപാന്തരം. അതാണ് രൂപാന്തരം. അത് മരിച്ചു കഴിഞ്ഞിട്ടാണോ? ഇപ്പോ ഈ ജീവിതത്തിൽ ആ രൂപാന്തരം ഉണ്ടാകണം. ഈ പുഴുവായിരുന്നപ്പോ കാണുന്ന ഗാർബേജൊക്കെ തിന്നുമായിരുന്നു. ഇപ്പോ ഏതെങ്കിലും ശലഭം പോയി ഗാർബേജ് തിന്നോ? മധുന്ന് വരും. ദൈവവചനത്തിൽ കൂടുതൽ കൂടുതൽ താല്പര്യം നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പക്വതയിലേക്ക് നിങ്ങൾ വന്നിരിക്കുക. സമയം പോയല്ലോ, നിർത്തുക. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അനുഗ്രഹമായിരുന്നു. ഞാൻ സംസാരിച്ച പല ഭാഗങ്ങളും ഒരു പുതുമയായിട്ട് എനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം. അതെന്നോട് സംസാരിച്ച ദൂതാണ്. ഇന്ന് രാത്രി ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ അവസരം ഒരുക്കിയ കർത്തദാസന്മാർക്ക്, സഭയ്ക്ക് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.